ശങ്കര ജയശങ്കര 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 ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന ആത്മാനം 2025 ഒന്ന് എന്ന യാത്ര ഇന്നലെ പരിസമാപിച്ചിരിക്കുകയാണ്. അപ്പം യാത്രയിൽ പങ്കെടുത്ത യാത്രികരെ എല്ലാവരും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സത്സന്ധ്യ എന്നിവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര ജയശങ്കര ജയശങ്കര. ആത്മായനം യാത്ര നടത്തി സുഹൃത്തുക്കളായി തിരിച്ചെത്തിയ നിങ്ങളെ ഏവരെയും ആദ്യമായിട്ട് നിങ്ങളുടെ ഏവരെയും പാദസ്പർശം നടത്തിക്കൊണ്ട് ഒരു നമസ്കാരം. ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. സർവേഭ്യോ നമസ്കാര. വളരെ സന്തോഷം ജയേട്ട. ആത്മാനം 2025 പങ്കെടുത്ത വ്യക്തികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. 31 പേരാണ് ഇവിടെ കാണുന്നത്. അതിലും പലരും നമ്മുടെ മറ്റുള്ള ചാപ്റ്ററുകളിലെ അംഗങ്ങളൊക്കെയാണ്. പക്ഷേ യാത്രികർ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുമില്ല. എന്നാൽ സാരമില്ല, നമുക്ക് ഭൂരിപക്ഷം അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ് കരുതുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യമായി ഒരു കീർത്തനം ആയിക്കോട്ടെ. അതിനുവേണ്ടി ഞാൻ ആദ്യമായി ക്ഷണിക്കുന്നത് ശ്രീമതി സരസ്വതി അന്തർജനത്തിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു കീർത്തനം ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് മറ്റുള്ള ഇതിലേക്ക് കടക്കാം. ജയശങ്കര. സരസ്വതി അപ്പോൾ കേൾക്കുന്നുണ്ടോ? ജയശങ്കര. ആദ്യമായി ശങ്കര ഭഗവാന്റെ ഒരു കീർത്തനം ആലപിക്കാം. ഈ ശങ്കര. ശങ്കര ശ്രീഗിരി നാഥ പ്രഭോ ശങ്കര ശ്രീ ശങ്കര ശ്രീഗിരി നാഥ പ്രഭോഗേ നൃത്ത വിരാജിത ചിത്രസഭാ മേ ശങ്കര ശ്രീഗിരി നാഥ പ്രഭോ ഓ ഭസ്മ ത്രിനേത്ര കളേരുണ്ട മാല ഭസ്മ ത്രിനേത്ര കളേരുണ്ട മാ നാഥ പ്രഭു
ഓ തനന തനന തന കുങ്കുരു ഭാജേ തനന തനന തന കുങ്കുരു ഭാജേ ഗഗന വിരാജേ ദേവമുനി സബ് ഗഗന വിരാജേ ശങ്കര ശ്രീ പ്രഭോ കേ നൃത്ത വിരാജിത ചിത്രസഭ തകിട്ട തക ശ്രുതി രാജേ പതുമനാഭ മന ഗഗന വിരാജേ താതൈ തകിട്ട തക ശ്രുതി ഗതി രാജേ പതുമനാഭ മന വണിവര ചായേ ശങ്കര ശ്രീ ഗിരി നാഥ പ്രഭോ കേ നൃത്ത വിരാജിത ചിത്ര സഭാമേ ഓ പ്രഭോ ശങ്കര. എനിക്ക് ഇടയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആസ്വദിച്ച് നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരുന്നു തോന്നുന്നുണ്ട്. അത് കാരണമാണ് നമ്മുടെ പരിപാടി, നമ്മുടെ സത്സന്ധ്യകളില് വളരെ നല്ല കീർത്തനങ്ങൾ ആലപിക്കുന്ന ആളാണ് സരസ്വതി ഒപ്പോൾ. ഇന്ന് നെറ്റ്വർക്കിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, നെറ്റ്വർക്കിന്റെ കേട്ടോണ്ടിരുന്ന ഭഗവാനെ മനസ്സിൽ കണ്ടു, പക്ഷെ അത് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. അതാ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അവിടുത്തെ സരസ്വതി അവിടെ നെറ്റ്വർക്കിന്റെ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ കേൾക്കുന്നതാണ്. ഇന്നെന്തോ പറ്റി എന്നറിയില്ല. വളരെ ദിവസം ഇപ്പോൾ ഞാൻ അടുത്തതായി നമ്മുടെ ആത്മായനം യാത്രയുടെ കോർഡിനേറ്ററായ ശ്രീ ശ്രീകാന്ത് നമ്പൂതിരിയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ യാത്ര നടന്നത്. 2 വാക്ക് സംസാരിക്കാനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീകാന്ത്. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. എന്നെ അമ്പലത്തിൽ തന്നെയാണുള്ളത്. അമ്പലത്തിൽ ഡ്യൂട്ടി സമയമാണ്. ഈ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി 2 വാക്ക് പറയാം. ബാക്കി പറ്റുന്ന പോലെ ശ്രദ്ധിക്കാം. 8:30 പൂജയുടെ സമയമാണ്. എന്നാലും ഈ സമയത്ത് വെച്ചതുകൊണ്ട് എന്നാലും ആദ്യം തന്നെ ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദിശങ്കര ഫൗണ്ടേഷന്റെ പേരിൽ സ്നേഹാദരങ്ങൾ. നന്ദി പറയാന്ന് പറഞ്ഞാൽ അതൊരു ഉപചാരവാക്കോ അത് വേണ്ട, സ്നേഹാദരങ്ങൾ മതി, അതാ നല്ലത്. എല്ലാവർക്കും സ്നേഹാദരങ്ങൾ. ജയശങ്കര. നമ്മുടെ യാത്ര പരമാവധി പറ്റാവുന്നത്ര ഭംഗിയായി ചെയ്തു തരാൻ പറ്റിയെന്നാണ് വിശ്വാസം. ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഇന്നലെ രാവിലെ മുതൽ കണ്ട മെസ്സേജുകളൊക്കെ കണ്ടിടത്തോളം എല്ലാവർക്കും വളരെ സന്തോഷം തന്നെ. നമുക്കും സന്തോഷം. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാല്. ഒരു കഴിഞ്ഞ 4 മാസമായിട്ട് ഇതിനു വേണ്ടിയിട്ട് കഠിന പരിശ്രമത്തിലായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടേ ചെയ്തിട്ടില്ല. വളരെ മനസ്സ് നിറഞ്ഞിട്ടേ. ഇപ്പൊ ഞാനായാലും സജനാജി ആയാലും, സജനാജിക്ക് തന്നെ പറഞ്ഞ ഓരോ നിമിഷവും ഫോൺ വിളിച്ചാൽ, രാത്രിയായാലും പകലായാലും തിരക്കുകൾക്കിടയിൽ ഒരു ഫോൺ വിളി വെച്ചാൽ ഒരു 5 മിനിറ്റിന്റെ അതിന്റെ മറുപടി അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോരുത്തരും, ജ്യോതിഷേട്ടനായാലും സുരേഷ് ഏട്ടൻ ഇപ്പൊ നാട്ടിലിരുന്നിട്ടായാലും എല്ലാവരും ഇതിനു വേണ്ടി ആരൊക്കെ പ്രയത്നിച്ചിട്ടുണ്ടോ അവരൊക്കെ വേണ്ട സൗകര്യങ്ങള് വിളിച്ച് ചോദിച്ചാൽ അതിനനുസരിച്ച് അവിടുത്തെ സൗകര്യങ്ങൾ അറിയാം. എവിടെ അന്വേഷിച്ച് അതിന് വേണ്ട സൗകര്യങ്ങൾ കണ്ടുപിടിച്ചാൽ അങ്ങനെ
എത്രയധികം എന്ന് പറയണ്ട. അതുപോലെ തന്നെ യാത്രയിൽ പങ്കെടുത്ത ഓരോരുത്തരും യാത്ര തീരുമാനിച്ച അന്ന് മുതൽ ഇതിന്റെ ഓരോ മെസ്സേജ് ഇട്ടാലും അതിനൊക്കെ മറുപടി തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. കാരണം നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സപ്പോർട്ട് ഉണ്ട് തോന്നുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ധൈര്യം കൂടും ചെയ്യാൻ. അപ്പൊ ഓരോ മെസ്സേജ് ഇട്ടാലും അതിനൊക്കെ പ്രതികരിക്കും, അല്ലെങ്കിൽ വിളിച്ച് സംസാരിച്ച് മറുപടി തന്നൊക്കെ ആക്റ്റീവായി നിലനിർത്തുക. നമുക്ക് ഒരിക്കൽ പോലും ഒരു മടുപ്പോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാല്. അതൊക്കെ ചെയ്തിരുന്നാല് യാത്ര ഭംഗിയായിരുന്നില്ല, എല്ലാവരും സുഖമായിട്ട് തിരിച്ചെത്തി. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥകൾ, ഇപ്പൊ കുറെ സമയം വണ്ടിയിൽ ഒന്നിച്ച് ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നടന്നാലുള്ള കാലുവേദന, അല്ലെങ്കിൽ അതല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും ഒരാൾക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. ഇത്രയും പേര് പോയിട്ടും പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്തായാലും ദർശനം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തി സുഖമായി സന്തോഷമായി. ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെ ജീവിതത്തില്. ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയൊരു സംഘത്തിനെ കൊണ്ട് ഇങ്ങനെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭംഗിയാക്കി പൂർത്തീകരിച്ച് സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ആചാര്യസ്വാമികളുടെ അനുഗ്രഹം ഉണ്ടായെന്ന് പ്രാർത്ഥിക്കണം, അത് മാത്രം. അതുകൊണ്ട് സ്വാമി അയ്യപ്പനും ഗുരുവായൂരപ്പനും വിളിക്കാത്ത ദൈവങ്ങളില്ല സത്യം പറഞ്ഞാല്. ആചാര്യസ്വാമികൾ മുതൽ അല്ലെ ഗണപതി പോലെ നരസിംഹം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പറഞ്ഞു. അതുപോലെ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി പുറപ്പെട്ട്. കാരണം ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്കത് എല്ലാവർക്കും ഒരു വിഷമായി മാറും. ബുദ്ധിമുട്ടല്ല, നമുക്കൊരു വിഷമം. അങ്ങനെ അതൊന്നും ഇല്ലാതെ യാത്ര പൂർത്തിയാക്കാൻ പറ്റി. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം ശ്രീകാന്ത്ജി, അങ്ങയുടെ വാക്കുകൾക്ക്. തീർച്ചയായിട്ടും ഇതിലെ ഒരു യാത്രികൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഓർത്ത്. കാരണം ഇങ്ങനെ ഒരു യാത്ര തയ്യാറാക്കുവാൻ കാണിച്ച മനസ്സുകൾക്ക് നന്ദി. കാരണം ഞാനിതൊരു സേവനമായിട്ടാണ് കാണുന്നത്. കാരണം ഇതിൽ പങ്കെടുത്ത 90% ആൾക്കാരും സീനിയർ സിറ്റിസൺസ് ആണ്. അവരെയൊക്കെ സേവിക്കുവാൻ കിട്ടിയൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം അവരുടെയൊക്കെ കൈ പിടിച്ചും, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ബുദ്ധിമുട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ കൈപിടിച്ചും ആണെങ്കിലും ഏതൊക്കെ രീതിയിൽ അവരൊക്കെ ദർശനം സാധ്യമാക്കാനാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആവുന്ന രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ പ്രാർത്ഥന, ഇപ്പോൾ ശ്രീകാന്തി പറഞ്ഞ പോലെ അയ്യപ്പസ്വാമി മുതൽ ആചാര്യസ്വാമികൾ വരെ എല്ലാവരും ഇതിനു വേണ്ടി നമുക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ യാത്ര ഇത്ര മനോഹരമാക്കി നമുക്ക് ചെയ്യാൻ സാധിച്ചത്. എന്തായാലും എല്ലാവർക്കും സ്നേഹാദരങ്ങൾ. ഇവർ നന്ദി പറയുന്നില്ല, ശ്രീകാന്തി പറഞ്ഞ പോലെ നന്ദി പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് ആൽഫബറ്റിക് ഓർഡറിൽ കാണുന്ന രീതിയിൽ ഓരോരുത്തരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ, നമ്മുടെ ഇന്നത്തെ സത്സന്ധ്യ അതാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ അനുഭവങ്ങൾ. കാരണം ഇത് മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾക്ക് പ്രചോദനമാകും. ഇപ്പം ശങ്കരപദം എന്നുള്ള യാത്ര, ആചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര സ്മാരകങ്ങളും ഇതൊക്കെ കാണുന്ന നമ്മുടെ ശങ്കരപദം യാത്ര ഏപ്രിൽ 2-ാം തീയതി ആരംഭിക്കുകയാണ്. ഒരു ദിവസത്തെ പരിപാടിയാണ്. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള ഒരു ദിവസത്തെ പരിപാടിയാണ്. അപ്പം ആ യാത്രയിലും നാട്ടിലുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് നോക്കുക. അപ്പം അത് ഇങ്ങനെയുള്ള യാത്രകളിൽ ഈ പറഞ്ഞ ആത്മാന യാത്രയൊക്കെ ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബലമേകും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും മറുപടി പറയാവുന്നതാണ്. ഞാൻ ആൽഫബറ്റിക് ഓർഡറിൽ ഓരോരുത്തരെയായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി കാണുന്നത് ശ്രീമതി ആശാദേവി. ആശ ചേച്ചി, എന്താണ് അനുഭവം? ആ യാത്രയുടെ 7 ദിവസത്തെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു യാത്രയിൽ. ആശ ചേച്ചിയുടെ ആ മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞുകൊള്ളൂ. മ്യൂട്ട് മാറ്റിക്കോളൂ. മൊബൈലിൽ താഴെ ലെഫ്റ്റ് സൈഡിൽ ഓഡിയോ ഒന്ന് കാണാം, അത് മാറ്റിയിട്ട് സംസാരിച്ചോളൂ. ജയശങ്കര, നമസ്കാരം എല്ലാവർക്കും. ശ്രീകാന്ത്ജി, സജന മാഡം, അവിയൻ തിരുമേനി, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ പോയി വന്നു. ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചതിൽ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനിയും നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ യാത്ര ചെയ്യാൻ കൂടെ പോരാനും ആയുസ്സും ആരോഗ്യവും ദൈവം അനുഗ്രഹിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയും സന്തോഷം. ഞാൻ ഇതിനു മുൻപ് 3-4 യാത്രകൾ പോയിട്ടുണ്ട്. എന്നാലും ഇത്രയും സന്തോഷമായിട്ട് ഇത്രയും പ്രായമായ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയതിൽ വളരെ സന്തോഷം. അധികം ഒന്നും പറയാനില്ല. എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കും. ജയശങ്കര. വളരെ സന്തോഷം ആശ ചേച്ചി. ഞാൻ അടുത്തതായി കാണുന്നത് ഗാലക്സി എന്നാണ്. ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഗാലക്സി M21. ഒന്ന് സംസാരിച്ചോളൂല്ലോ. ആ മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചു. പ്രസന്ന ആന്റിയാണ്, പ്രസന്ന ചന്ദ്രശേഖരൻ. ഒന്ന് പറഞ്ഞു സംസാരിച്ചോളൂ. മ്യൂട്ട് മാറ്റിക്കിട്ട് സംസാരിച്ചോളൂ. പ്രസന്ന ചേച്ചി. പ്രസന്ന ചന്ദ്രശേഖരൻ പറഞ്ഞു സംസാരിച്ചോളൂ.
മ്യൂട്ട് മാറിയിട്ടില്ല. ആ മൊബൈലിൽ തന്നെ ഇപ്പോഴോ അല്ല, ഇപ്പോഴും ആയിട്ടില്ല. പ്രസന്നേച്ച ഒരു മൈക്കിന്റെ ചിത്രം കാണാം, അതിലൊന്ന് തൊട്ടാ മതി. എത്ര കണ്ടു? ലെഫ്റ്റ് സൈഡില്. ഇപ്പോൾ ഓക്കെ ആണ്. ഇപ്പൊ സംസാരിക്കും. എനിക്ക് ഈ യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ എല്ലാ ശ്രീകാന്ത് തിരുമേനിക്കും ജ്യോതിഷിക്കും സുജനാജിക്കും എൻ്റെ നന്ദി. ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെ അത് പ്രായത്തിൻ്റെത് കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷെ എന്നാലും അതൊന്നും നിങ്ങളുടെ ഒരു ന്യൂനതയായിട്ട് ഞാൻ കരുതുന്നില്ല. അതെല്ലാം എൻ്റെ തന്നെ പ്രശ്നങ്ങളാണ്. എന്നാൽ ഈ യാത്രയിൽ വളരെ സന്തോഷപൂർവ്വം അവസാനം വരെ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ യാത്രയിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പങ്കുചേരണമെന്ന് എല്ലാവരോടും നന്ദി. ജയശങ്കര. വളരെ സന്തോഷം പ്രസന്ന ചേച്ചി. ഞാൻ അടുത്തായി കാണുന്നത് സുഭദ്ര ചേച്ചിയാണ്. കേൾക്കുന്നുണ്ടോ സുഭദ്ര ചേച്ചി? അടുത്ത ആളിലേക്ക് കടക്കാം. ശ്രീമതി പത്മ പണിക്കർ. വളരെ സന്തോഷം. ജയശങ്കര ചേച്ചി, ഇതൊന്ന് വേണമെങ്കിൽ ഓൺ ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്തില്ലേ? നോക്കട്ടെ. ഇപ്പൊ കണ്ടൂടെ? കാണാനുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ട്രിപ്പായിരുന്നു. നമ്മളെ പോലെ കുറച്ച് ഇല്ലാത്തവര് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് വിഷമാണോ എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. എങ്കിലും അവര് വളരെ കൈപിടിച്ച് ഇത്രയൊക്കെ സ്റ്റെപ്പുകൾ കയറുന്നു ഇറങ്ങും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. 1 മാസം മുമ്പ് 2 മാസം മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയാലും ഈ ക്ഷീണമൊക്കെ കാരണേ ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. ഉറക്കത്തിന്റെ ക്ഷീണം, യാത്ര 6 മണിക്കൂർ ബസ്സിലിരുന്നു. അപ്പൊ നമുക്ക് ആ വിചാരിച്ച പോലെ അങ്ങോട്ട് ഒരു ശക്തി വന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ വളരെ കഷ്ടപ്പെടുത്തി. എങ്കിലും ഒന്നില് കുറവ് വരുത്താണ്ട് വെള്ളത്തിൽ ചാടി. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോ ഒരു മഹാഭാഗ്യം, പിന്നെ അനുഗ്രഹം, അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നോ തോന്നുന്നു ഇടയ്ക്ക്. എന്ത് കൽപ്പിച്ചിട്ടാ വെള്ളത്തിലേക്ക് ചാടി? എനിക്ക് കയറാനുള്ള ശക്തി ഒന്നുമില്ല, എനിക്കറിയാം. എത്ര ആൾ പിടിച്ചിട്ട് 2 കൈയിലും പിടിച്ചൊക്കെ കയറിയിട്ട് ഈ ബോഡി പെയിൻ ആയിരുന്നു അധികവും. അതാണ്. പിന്നാലും എവിടെയെങ്കിലും പോയി കുളിച്ച് കയറുമ്പോ അതിന് ഇരട്ടി ശക്തി വരും. ജ്യോതി കൃഷ്ണ തിരുമേനി കുറെ പേരെന്റെ കൈ പിടിച്ച് കയറ്റി. അവരോടൊക്കെ എന്നും നന്ദി ഉണ്ടാവും, എന്നും ഓർക്കും ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചാലും എനിക്ക് എൻ്റെ മനസ്സിലൊരു സന്തോഷമായി. ഇതൊക്കെ വിചാരിക്കാത്തൊരു ലോട്ടറി അടിച്ച പോലെ അതാണ്. ഇതൊക്കെ നമ്മള് വയസ്സുകാലത്ത് കിട്ടിയ ഒരു ലോട്ടറി. അതിനൊക്കെ നിങ്ങളൊക്കെ നിമിത്തായി. എല്ലാവർക്കും ഞങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരാനേ പറ്റുള്ളൂ. ശ്രീകാന്തൻ തിരുമേനിക്ക് ആരോഗ്യമില്ലാത്ത ശബ്ദം ഒക്കെ വളരെ ക്ഷണിക്കുന്നു. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പാവം ടെൻഷൻ എത്രയായിരുന്നു. നിങ്ങളെയൊക്കെ ടെൻഷന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ പരിഭവം ഞങ്ങൾ ആരോട് പറയാനാ? അതുകൊണ്ട് തോന്നിയതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. അതിന്റെ വിഷമങ്ങള് നമുക്ക് വയ്യ, ദേഹവും വയ്യ. എന്നിട്ട് 1 മണിക്കൂർ എവിടെയെങ്കിലും കാത്തിരിക്കുമ്പോ ദേഷ്യം വരുന്നതാ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സ്നേഹമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹം മാത്രം, ഭക്തി മാത്രം. ഞാൻ വളരെ വിശ്വസിക്കുന്ന എൻ്റെ ഒരു കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നു. ആ കൃഷ്ണന്മാരായിരുന്നു കൈപിടിച്ചത്. ജ്യോതി കൃഷ്ണയും ശ്രീകാന്തൻ തിരുമേനിയും 2 കൃഷ്ണന്മാരുടെ രൂപത്തിൽ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്നും സ്വർണ്ണ ലിപികളിൽ എഴുതി വയ്ക്കും. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയുക? വളരെ സന്തോഷകരമായ നമ്മളുടെ ട്രിപ്പായിരുന്നു. എല്ലാം നല്ലതായി. വളരെ അവരെ തിരികഷ്ടപ്പെടുത്തി അത്രമാത്രം സാരില്ല. സജനാജിയോട് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. പാവം ആ കുട്ടിയും എത്ര പ്ലാനിങ്ങാ. ഞങ്ങളെ പ്ലെയിൻ കയറ്റാൻ വണ്ടി വരെ വിളിച്ച് കയറ്റി വിടുന്നവരെ അവിടെ ഒപ്പുണ്ടായിരുന്നു. നിങ്ങളൊക്കെ പോയിട്ട് ആ ഹോട്ടലിൽ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ആ മണിക്കൂറുകളും വളരെ സന്തോഷമാക്കി ഞങ്ങളെ. മനസ്സിലായി. ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ സജനാജിയെ കാണാനില്ലല്ലോ ഇപ്പൊ ഇവിടെ. എന്റെ നന്ദി നേരിട്ട് പറയണു. ഇനി എല്ലാവരും കാണണം, എപ്പോഴെങ്കിലും നമുക്ക് ഒരു ഒത്തുകൂടണം. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ. സജനാജി ഗുരുവായൂർ മിനിയാന്ന് ഗുരുവായൂർക്കാണ് പോയത്. അപ്പൊ അവരൊന്ന് തിരിച്ച് ചെന്നൈക്ക് രാത്രി പോകും. അപ്പൊ അതിന് പോകാനുള്ള ഒരുക്കത്തിലാവും. അതുകൊണ്ടായിരിക്കും പങ്കെടുത്ത. അവര് ഗുരുവായൂരിൽ നിന്ന് ചെന്നൈക്ക് തിരിച്ചു പോവാണ്. അപ്പൊ അതിന്റെ യാത്ര നമ്മള് 100 നന്ദി പറയണുണ്ട്. വളരെ
ചുറുക്കോടെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നു, എല്ലാം നമുക്ക് ചെയ്തു തന്നു. ഇവരൊക്കെ അവിയൻ തിരുമേനി എല്ലാവരെയും നമ്മൾ സ്മരിക്കാതെ വയ്യ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ആർക്കാ വിഷമം അവരെ താങ്ങായിരുന്നു. എങ്കിലും ഭഗവാന്റെ ഒരു കളി നടന്നിട്ടുണ്ട്. ഒരാൾക്കും ഒരു അസുഖം വരാണ്ട് ഇവിടെ എത്തിക്കൂടിയല്ലോ. കാലുവേദനയും കൈവേദനയും മുട്ടുവേദനയൊക്കെ നമുക്ക് 2 ദിവസം കടന്ന ഭേദാവും. അത്രേ ഉള്ളൂ. സത്യം. ജ്യോതിഷ് തിരുമേനി നെരുവിളിക്കൊക്കെ വരണം കേട്ടോ. തീർച്ചയായും വളരെ വളരെ സന്തോഷം. വളരെ സന്തോഷം. ഓക്കെ, ഇനിയും കാണണം. നമ്മളൊക്കെ ഒരു വീട് പോലെ കഴിയണം. അതെ, അന്യോന്യം കുറച്ച് വിഷമങ്ങൾ വരുമ്പോ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനത്. സോറി പറയുന്നു. അത് എനിക്ക് വയ്യാത്തത് കൊണ്ടും അങ്ങനെ ഒരു ഘട്ടത്തിൽ പെട്ടുപോയത് കൊണ്ടും പറഞ്ഞു എന്ന് മാത്രം. അല്ലാണ്ട് ഉള്ളിലൊന്നും വെക്കുന്ന ആളല്ല ഞാൻ. എന്നെ അറിയണവർക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞാൽ തീർന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. എന്ന് ഞാൻ ഓർക്കും നിങ്ങളെയൊക്കെ. ഓക്കെ, താങ്ക് യു. ഇനി എല്ലാവരും സംസാരിക്കട്ടെ. വളരെ സന്തോഷം. അടുത്തതായിട്ട് ഞാൻ ശ്രീമതി ഇന്ദിര ബാലകൃഷ്ണൻ. ഇന്ദിര ചേച്ചി, ഇന്ദിര ചേച്ചി കേൾക്കുന്നുണ്ടോ? ഇന്ദിര ബാലകൃഷ്ണൻ മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് ചെയ്തു സംസാരിച്ചു. മ്യൂട്ടാണ് ഇന്ദിര ചേച്ചിയുടെ മ്യൂട്ടാണ്. ആ മൊബൈൽ ചോക്ലേറ്റ് പോലെ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൈക്കിന്റെ അതൊന്ന് മാറ്റിയാൽ മതി. പറ്റുന്നില്ല. ഒരു ക്യാമറയുടെ കൂട്ടൊരു അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് കടക്കാൻ നോക്കൂ, ശ്രമിച്ചു നോക്കൂ. അടുത്ത ശ്രീമതി കമല നായർ, കമലായം നായർ. കമല ചേച്ചി കേൾക്കുന്നുണ്ടോ? ഇല്ല. ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി നായർ. ഹലോ, ആരാണ്? ഞാൻ കമല ചേച്ചിയാണോ? പറഞ്ഞോളൂ. ഞങ്ങളുടെ യാത്ര നന്നായിരുന്നായിരുന്നു, നല്ല യാത്രയായിരുന്നു. നിങ്ങളുടെയൊക്കെ നല്ല സഹകരണം കിട്ടി. വയ്യാത്തവരെയൊക്കെ പിടിച്ച് കയറ്റി കൊണ്ടുവന്നു നിങ്ങള്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ശിവയുടെ കാര്യങ്ങളാണ്. ഒരു ആണിന്റെ ഫലം പോലെയാണ് ആശ്രയി പെരുമാറിയത്. എല്ലാവരും വീട്ടിലെത്തിച്ചു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളോടൊക്കെ വളരെ നന്ദി പറയണു. ഇനി നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കുടുംബത്തോട് കൂടി ചേരാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ശങ്കര ഭഗവാൻ തരട്ടെ. അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. വീഡിയോ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു, അതായത് പെട്ടെന്ന് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മനസ്സിലായി. നമസ്കാരം. മനസ്സിലായി. നമസ്കാരം. ജയശങ്കര. വളരെ സന്തോഷം. അടുത്തതായി രവി സാർ, രവീന്ദ്രൻ നായർ സാർ. രവി സാർ സംസാരിച്ചോളൂ. കേൾക്കുന്നില്ലേ? അങ്ങയുടെ മ്യൂട്ട് മാറ്റിക്കോളൂ രവീന്ദ്ര സർ. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഞങ്ങള് 3 പേര് മാത്രമേ അഹമ്മദാബാദിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെരൂളിനോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ ഒക്കെ ഉള്ളവരായിരുന്നു. അപ്പൊ ഞങ്ങളെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോകാൻ സൗകര്യപ്പെടുത്തി സന്മനസ് കാണിച്ച നിങ്ങൾക്കെല്ലാം വളരെ വളരെ നന്ദി. എന്റെ ഏട്ടൻ ഈ ലൈനിൽ വന്നിട്ടില്ല. പുള്ളി ചിലപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കും, എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എന്റെ ഭാര്യയും, ഞങ്ങളുടെ അതൈവമായ നന്ദി നിങ്ങളെല്ലാവരും രേഖപ്പെടുത്തുന്നു. യാത്രയൊക്കെ സൂപ്പർ ആയിരുന്നു. താമസ സൗകര്യം വളരെ നന്നായിരുന്നു. എക്സെപ്റ്റിംഗ് പ്രോബബ്ലി ആ ലാസ്റ്റ് ഡേ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലർക്കെല്ലാം കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ബട്ട് 1 ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഹോട്ടലിൽ അത്ര നന്നായി തോന്നിയിരുന്നില്ല. ടു ബി ഹോണസ്റ്റ്, എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഞാനുള്ള കാര്യം പറഞ്ഞു മാത്രം. ആ ഹോട്ടല് എന്റെ ചേച്ചിക്ക് മോൾക്ക് എന്ത് ചെയ്യുന്ന ഫാനിന്റെ വിഷമവും കാര്യങ്ങളും എന്തൊക്കെ ആയിട്ട് ലക്നൌല് ഇതൊന്നും ഇപ്പൊ മെൻഷൻ ചെയ്യേണ്ട ടൈമല്ല. ഓൾ ഇൻ ഓൾ ഇതെല്ലാം വളരെ നന്നായിരുന്നു. ബേസിക്കലി ഞാൻ എഴുതിയ പോലെ എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് ജിയും അതുപോലെ
ജ്യോതിഷ്ജിയും അതുപോലെ സജ്ജനാജിയും ദേ വർക്ക് ദെയർ ഹേർട്ട് ഔട്ട്. എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്ത് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും എല്ലാവർക്കും ഉണ്ടോ എന്നുള്ള നോക്കലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഉറങ്ങാൻ കിട്ടുന്ന സമയത്തിന്റെ പകുതി അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. രാത്രി എപ്പോഴും മെസ്സേജ് അയക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് 46-47 പേരെ ഒരുമിച്ച് കൊണ്ടു നടക്കലും കാര്യങ്ങളെല്ലാം ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം രവി സാർ. തീർച്ചയായിട്ടും അത് അങ്ങ് പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്യാൻ ചോദിച്ചതിന്റെ കാരണം നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ അവരോട് പറയണമല്ലോ ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ഈ പറഞ്ഞ മെയിൻ ആൾക്കാരോട് പറയേണ്ടത് ആവശ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങ് തുറന്നു പറഞ്ഞത് നന്നായി. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത യാത്രയിൽ നമുക്ക് അതൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള യാത്രയായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും അത് ഉറപ്പ് നൽകുന്നു. ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം, വളരെ സന്തോഷം രവി സാർ. അടുത്തതായി പ്രതാപ് സാർ. പ്രതാപ് ചന്ദ്ര സാർ കേൾക്കുന്നുണ്ടല്ലോ? നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ വളരെ നന്നായിരുന്നു. പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. പ്രശ്നം നമ്മുടെ ആരോഗ്യം മാത്രമായിരുന്നു. മറ്റു കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. ചിലയിടത്തൊന്നും എനിക്ക് പോകാൻ പറ്റാത്തതിന്റെ കാരണം എന്റെ ആരോഗ്യം തന്നെയായിരുന്നു. അതർവൈസ് ഇറ്റ്സ് ഓൾ വെൽ അറേഞ്ച്ഡ് പോലെ തന്നെ ഉണ്ടായിരുന്നു. വി വെർ ഹാപ്പി ഓൾസോ. ആൻഡ് ഇൻ ഫ്യൂച്ചർ ഓൾസോ ഇഫ് യു ഹാവ് സം പ്രോഗ്രാംസ് do let us know. We will try our level best to cooperate. Sure, sir. Okay? Sure, sir. Sure. Thank you. Thanks for everybody. And another thing is സജിനയും സജിനയുടെ അമ്മയായിട്ട് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. മോർ ഓവർ അവിടെ തന്നെ അവരുടെ അമ്മ താമസിക്കുന്നിടത്ത് തന്നെ ഞങ്ങൾക്ക് ഫ്ലാറ്റും ഉണ്ട്. ഓൺ ഗുരുവായൂർ വെസ്റ്റ് നട, ഓപ്പോസിറ്റ് ടു KSRTC. ന്യൂ ഗോവിന്ദം എന്നാണ് ഫ്ലാറ്റിന്റെ പേര്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട്, വത്സലയും കാണാറുണ്ട്. ഞാൻ ഉമ്മയ്ക്ക് കൊടുക്കാം. ഹരേ കൃഷ്ണ. ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ സജ്നാജിയും വത്സലജി കാരണമാണ്. പിന്നെ ചേട്ടന് ഞങ്ങള് പോയിട്ടുള്ള ട്രിപ്സിലൊക്കെ ചേട്ടന് ക്ഷേത്രങ്ങളൊന്നും സന്ദർശിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും നടവരെയും വന്ന് നിൽക്കും, പടികളൊന്നും കയറാൻ പറ്റില്ല. ഇതാണ് ഫസ്റ്റ് ടൈം ഓൾമോസ്റ്റ് എല്ലാ ക്ഷേത്രവും വിസിറ്റ് ചെയ്തു, എക്സെപ്റ്റ് ഫോർ 1 or 2 അല്ലേ. എല്ലാം പോവാൻ പറ്റി. അതുപോലെ ഗംഗയിൽ സ്നാനം ചെയ്യാനും എല്ലാം പറ്റിയത് എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ടാണ്. പ്രത്യേകിച്ച് തിരുമേനികള്, പിന്നെ രവീന്ദ്രൻ സാറ്, അവരെല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയതും. ഞങ്ങൾക്ക് അതെ, ഞങ്ങളുടെ ആഗ്രഹങ്ങള് ഇത് ഒരു ലൈഫ് ടൈം ഒരു ഡിസയർ ആയിരുന്നു ഇവിടെയൊക്കെ പോണം എന്നുള്ളത്. അത് നടക്കുന്നു വിചാരിച്ചിട്ടേ ഇല്ല. അത് ഔട്ട് ഓഫ് ദ ബ്ലൂ വന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നല്ലോണം ചെയ്യാനും പറ്റി. താങ്ക് യു വെരി 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 മച്ച്. ഹരേ കൃഷ്ണ. മ്യൂട്ടായി. ഇന്ദിര ചേച്ചി പറഞ്ഞോളൂ. ഇന്ദിര ചേച്ചി പറഞ്ഞോളൂ. ശ്രീമതി ഇന്ദിര ബാലകൃഷ്ണൻ പറഞ്ഞോളൂ. നിങ്ങളെല്ലാം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു. വളരെ സന്തോഷമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞാനാണെങ്കിൽ ബസ്സിലിരുന്ന ഛർദിക്കുന്ന ആളാ. ഒന്നും ഉണ്ടായില്ല, ഛർദിയില്ല, ഒന്നുമില്ല. വളരെ നല്ല സുഖമായിട്ട് പോയിട്ട് വന്നു. എന്തൊരു സന്തോഷമായിരുന്നു എനിക്ക്. ഇവിടെ വന്നിട്ടും അതേപോലെ തന്നെ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ഇരുന്നു. ഛർദിക്കാനൊന്നും വന്നില്ല. നല്ലോണം യാത്ര ചെയ്യാനും പറ്റി. അതേപോലെ എല്ലാ അമ്പലങ്ങളിലും പോയി കണ്ട് ഭഗവാനെ കാണാൻ നല്ല
ഇത് കിട്ടി എനിക്ക്. അത്രയും സന്തോഷായി. ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. അത്ര സന്തോഷായി. വളരെ സന്തോഷം, വളരെ സന്തോഷം ഇന്ദിര ചേച്ചി. വളരെ സന്തോഷായി. തീർച്ചയായും എനിക്ക് നമുക്ക് പറയാൻ ഇനിയും കാണാം, വാക്കുകളില്ല. ഇനിയും നമുക്ക് ഇനി ഫ്യൂച്ചറിൽ കാണാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുള്ള യാത്രകളും ആവാം. അടുത്തതായി ശ്രീമതി രാധാ കുട്ടിശങ്കരൻ. രാധ ചേച്ചി സംസാരിച്ചോളൂ. മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചോളൂ. ജയ് ശങ്കര. ജയ് ശങ്കര. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇതൊന്നും നടക്കും, ഇങ്ങനെയൊക്കെ സാധിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും തിരുമേനി പറഞ്ഞ പോലെ ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ എങ്ങനെ ഇതൊക്കെ കയറി പറ്റുക. എനിക്ക് കയറാനേ പറ്റാതെ ഇപ്പോഴാണ് തിരുമേനി ഒന്ന് കൈ പിടിച്ചത്. തന്നെ നോക്കുമായിരുന്നു. അപ്പൊ അറിയാതെ തിരുമേനി എന്തോ ദൈവം അയച്ച മാതിരി വന്നിട്ട് കൈ പിടിച്ച് കയറ്റിയത് തന്നെ. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെയൊക്കെ അത്രയും സ്നേഹം, ഇത്രയും ക്ഷമയും, ഭയങ്കര ക്ഷമയാണ്. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ക്ഷമയാണ് കേട്ടോ. എല്ലാവരും ഇത്രയും കാര്യമായിട്ട് സ്നേഹിക്കാനും ഇത്രയും ക്ഷമയോടെ എല്ലാം നോക്കി നടത്താനും എല്ലാവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യാനും ഇതൊക്കെ ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സജ്നാജിയോടും പറയണം, അവരും ഭയങ്കര മിസ് ചെയ്യണം. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ അവർ മിസ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും ഇതേമാതിരി പ്രോഗ്രാമിന് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആരോഗ്യം സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വരും. വളരെ സന്തോഷം. എല്ലാ അറേഞ്ച്മെന്റും ഫുഡും എല്ലാം എല്ലാവർക്കും വേണ്ട പോലെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവരോടും നന്ദി മാത്രം. വളരെ സന്തോഷം. ശ്രീകാന്ത് തിരുമേനിയോടും പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര എന്താന്നാ പറയാ, സ്വന്തം അമ്മമാരെ നോക്കണമാതിരി ഞങ്ങളെല്ലാവരും ഞങ്ങളെ നോക്കിയിരിക്കുന്നത്. എല്ലാം വയസ്സായ ആൾക്കാരാണ്. അത്ര അത് ഈശ്വരാനുഗ്രഹം നല്ലോണമുണ്ട്. കാരണം ഒരാൾക്കും ഒരു അസുഖം കൂടാതെ ഇതുവരെ തിരിച്ചെത്തുന്നത് 8-10 ദിവസത്തെ യാത്ര പറഞ്ഞാൽ ഭയങ്കര തന്നെയല്ലേ. ഹെക്റ്റിക്കായിരുന്നല്ലോ യാത്രയൊക്കെ. എല്ലാവരും സുഖമായി തൊഴുത് എല്ലായിടത്തും കണ്ട് സന്തോഷമായി. ഒരു പരാക്രമവും ഇല്ലാതെ വളരെ സാവധാനം എല്ലാം പോയി തൊഴുതു വരാൻ പറ്റി. എന്താ പറയാ, അയോധ്യയിൽ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു അയോധ്യയിലെ അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടായത്. അപ്പൊ എനിക്ക് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ദിവസമാണ് ലോകം മുഴുവൻ ആഘോഷിക്കുന്നത്. എനിക്കൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുമോ, എന്നെ കൊണ്ടുപോകുമോ എന്നൊക്കെ. അതൊക്കെ സാധിപ്പിച്ചത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം മാത്രമാണ്. സത്യം. വളരെ സന്തോഷം. ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. വളരെ സന്തോഷം രാധ ചേച്ചി. താങ്ക് യു. അടുത്തായി വേദിയിലേക്ക് ലക്ഷ്മി ചേച്ചി. മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചോളൂ ലക്ഷ്മി ചേച്ചി. ലക്ഷ്മി ചേച്ചിയുടെ മ്യൂട്ട് മാറ്റണം. ഈ പറയട്ടെ. ഓ ആയിക്കോട്ടെ. വളരെ വളരെ സന്തോഷമായി. തിരുമേനിയൊക്കെ എത്ര സ്ഥലത്ത് കൈ പിടിച്ച് കയറ്റി ഈ സ്റ്റെപ്പുകളൊക്കെ കയറാൻ എനിക്ക് പറ്റുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. കാലുവേദന അത്രയും ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഇത്രയും സ്ഥലമൊക്കെ പോയില്ലേ, വളരെ സന്തോഷമായി കേട്ടോ. നിങ്ങളൊക്കെ എത്ര ഹെൽപ്പ് ചെയ്തു, ബോട്ടിൽ കയറ്റാനും എവിടെയൊക്കെയും. സ്വന്തം മക്കൾ ഇത്ര ചെയ്യില്ലേ, അതിലും കൂടുതലും നിങ്ങൾ ചെയ്തു. അതല്ലേ എനിക്ക് വലിയ കാര്യം. എനിക്ക് അത് ആലോചിക്കുമ്പോൾ വലിയൊരു എത്ര സന്തോഷം അറിയോ. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇങ്ങനെയൊക്കെ വരാൻ പറ്റും, ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൊക്കെ ഇത്രയെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്ന. കാരണം വയസ്സുണ്ടേ, ചെറുവയസ്സല്ല. 70-78 വയസ്സൊക്കെ ആയില്ലേ. പിന്നെ അസുഖങ്ങളും ഉണ്ട്. അത് പിന്നെ നമ്മുടെ എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണതിൽ അധികം കൂടുതൽ ചെയ്തു. ഭക്ഷണം നന്നായി, റൂം നല്ലതായി, എല്ലാം നന്നായി. എല്ലാം വളരെ സന്തോഷമായി കേട്ടോ. എല്ലാ തിരുമേനിമാർക്കും, പ്രത്യേകിച്ച് എല്ലാ തിരുമേനിമാർക്കും, സജനോടും പ്രത്യേകം പറയണോട്. സജന നന്നായിട്ട് എല്ലാറ്റിലും വളരെ ഹെൽപ്പ് ചെയ്തു. വളരെ നിങ്ങളുടെ ഹെൽപ്പ് മറക്കാൻ പറ്റില്ല, ഒരിക്കലും മറക്കൂല. എന്നും ഉണ്ടാവും ഓർമ്മയില് കേട്ടോ. വളരെ സന്തോഷം ലക്ഷ്മി ചേച്ചി. പ്രായം അത്രയൊന്നും കണ്ടാൽ തോന്നിക്കില്ല കേട്ടോ. പ്രായം അത്രയും അത് പറഞ്ഞിട്ട് കാര്യമില്ല തിരുവേണി. നമ്മുടെ കൈയും കാലും ഒക്കെ അതുപോലെ ഇരിക്കണ്ടേ. അതിനാണ് പ്രായം കൂടി ഇറക്കണത്. മുഖത്ത് നോക്കിയിട്ടുള്ള പ്രായമല്ല, കാലിനും കൈയിനൊന്നും ഭയങ്കര പ്രായമായി പോയി. അതാണ് കുഴപ്പമായത്. അതല്ലേ നമുക്ക് വേണ്ട. ആരോഗ്യം ആണ് നമ്മളെ പ്രശ്നമാക്കണതേ. പിന്നെന്താ ചെയ്യാ. ഇപ്പോഴും 2 ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. കാല് വേദന, മസില് വേദനയും ഒക്കെ ആയിട്ടേ. ഞാൻ പടികളൊക്കെ കയറുമ്പോ ഭയങ്കര ബസ്സിൽ തന്നെ എത്ര പ്രാവശ്യം നമ്മളൊരു ദിവസം കയറുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ കൈ പിടിച്ച് തിരുമേനി എത്ര ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എത്തിക്കൂടി നിങ്ങളുടെ.
എന്നാലും ആർക്കും ഒരു വിഷമം ഇല്ലാണ്ട് എല്ലാവരുടെ അനുഗ്രഹമായിട്ട് സന്തോഷമായിട്ട് പോയിട്ട് വന്നു. ആരെ ശിശങ്ക സന്തോഷം. നമസ്തേ. ഓക്കെ, വളരെ സന്തോഷം, വളരെ സന്തോഷം ലക്ഷ്മി ഓ ചേച്ചി. സന്തോഷം. ഞാൻ അടുത്ത വേദിയിലേക്ക് ശ്രീമതി രമ ചേച്ചി, രമാ നായർ. രമാനായി പോയി മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചോളൂ. തിരുമേനി ഞാൻ പറയട്ടെ, എന്റെ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവര് ഭക്ഷണത്തിന് വാശി പിടിക്കുന്നു. ഒരു മിനിറ്റ് കണ്ടില്ലേ? രമ ചേച്ചി വന്നില്ല. ഉണ്ടല്ലോ. മ്യൂട്ട് മാറ്റിയിട്ടില്ല. വീഡിയോ ഓണാണ്. ഇപ്പൊ രണ്ടും പോയി. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ മൈക്കിന്റെ ഓഡിയോ ഒന്ന് കാണാം. ഓഡിയോ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കാണുന്നില്ലേ? അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് കടക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സമയം ഇതാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ആരാണ് ഇപ്പൊ സംസാരിക്കാന്ന് പറഞ്ഞത്? വേറെ കുട്ടികൾ? പ്രസന്ന പറഞ്ഞോളൂ. സുഖമായിരുന്നു യാത്രയൊക്കെ. എൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ് അയോധ്യയിലേക്ക് വേണ്ടി വന്നത്. തിരുമേനി വിളിച്ചു വരുത്തിയതാ. ചേച്ചി ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ ചോദിച്ചിട്ട്. അത് കാരണം തിരുമേനിക്ക് നന്ദി. ഇത്രയും കാര്യങ്ങൾ രണ്ടാം പ്രാവശ്യം കിട്ടിയതിൽ വലിയ സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ പറ്റി, നിങ്ങളെയൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. സജന അവരും എല്ലാവരും, അമ്മയും ചേച്ചിയും എല്ലാവരും ഞാൻ നല്ലപോലെ പരിചയപ്പെട്ടു. നല്ല സന്തോഷം. ഇനി അടുത്തുകൊണ്ട് ഒരു ട്രിപ്പ് കൂടി ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ മോളെ ഭുവനേശ്വറിൽ പഠിക്കുകയാണ്, അവളെയും കൊണ്ടുവരാൻ പോകണം. അടുത്തടുത്ത ട്രിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷം, എനിക്ക് നല്ല സന്തോഷം. തിരുമേനിക്ക് സന്തോഷം. എല്ലാവരും നമ്മളെ തിരുമേനിയാണെന്നല്ല, നമ്മുടെ ഫ്രണ്ട്സ് പോലെയോ മക്കളെ പോലെയോ ഒക്കെ ആയിട്ട് നല്ല പോലെ നോക്കി കൊണ്ടുവന്നു. എല്ലാവർക്കും കൈതരാനും കയറ്റിക്കാനും ഒക്കെ നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ദേഹം കൂടി തൊടാൻ തിരുമേനിയല്ലേ അങ്ങനെ ആയിട്ട് പോയവർ കൈയൊക്കെ തരുമ്പോൾ നമുക്ക് പിടിക്കാൻ തന്നെ ഒരു പേടിയായിരുന്നു. എങ്കിലും അതിനൊക്കെ നല്ല സന്തോഷം അതിനൊക്കെ. വളരെ സന്തോഷം പ്രസന്ന ചേച്ചി. രാമകൃഷ്ണൻ സർ, ശ്രീ ആർ കെ രാമകൃഷ്ണൻ സർ, മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചോളൂ. മാറ്റി മൂട്ട് മാറ്റിയിട്ടുണ്ട്. യാത്ര വളരെ വളരെ നല്ല യാത്രയായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ ആത്മയാനത്തിൽ എഴുതിയിട്ടുണ്ട് ഇന്നലെ തന്നെ. പിന്നെ ഇപ്പോൾ എൻ്റെ വൈഫ് എനിക്ക് വേണ്ടി അവർ സംസാരിക്കാൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണ് ഉള്ളത്. വളരെ നല്ല ട്രിപ്പായിരുന്നു ഉള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരും വളരെയധികം കോപ്പറേറ്റീവ് ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ വന്നില്ല. ഇന്ന് കാലത്ത് ഞങ്ങൾ തിരുമേനിയിൽ ആദ്യം പോയി ക്ഷേത്രത്തിൽ പോയി കണ്ടു. അതിനുശേഷമാണ് അയ്യപ്പനെ ദർശിച്ചത്. ആ ഭാഗ്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി എൻ്റെ വൈഫ് ഇപ്പൊ സംസാരിക്കും. വളരെ കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ആദിശങ്കര ഫൗണ്ടേഷൻ തിരുമേനി ഒരു മാറ്റമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. യാദൃച്ഛികമായിട്ടാണ് ഞങ്ങൾക്ക് ഇതൊരു അവസരം കിട്ടിയത്. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ യാത്രയിൽ ആദ്യം മുതൽ വീട്ടിലെത്തുന്നവരേക്കും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നടത്തി അവരവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന നമ്മുടെ തിരുമേനി, വെള്ളം വേണോ ആഹാരം വേണോ എവിടെയായാലും എന്തായാലും തന്നെ കൊണ്ട് കഴിയുന്ന ലിമിറ്റിനപ്പുറവും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാം വളരെ നന്ദി. സോ അതുമാതിരി നമ്മുടെ ജ്യോതിഷ്ടിയും വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. എല്ലാം ഞങ്ങളുടെ കൂടെ നല്ല കോപ്പറേഷൻ കിട്ടി. എനിക്ക് കാണാൻ നൈമിഷികാരണ്യം കാണാൻ പറ്റുമോ എന്നൊരു സങ്കടം വന്നു പോയപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു പുതുജീവൻ അന്നുണ്ടായി. ബിക്കോസ് നമുക്കൊരു സൈഡിലാണ് ആ സ്ഥലം, അത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ കാശിയിൽ പോയി നമുക്ക് വിശാലാക്ഷിയും ഭൈരവനെയും കാണാൻ പറ്റിയില്ല. കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ തോന്നി ഇതിൽ കൂടുതലൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ഈ വയസ്സായ ആൾക്കാരെ, ഇത്ര സീനിയർ സിറ്റിസനെ എല്ലാം കൊണ്ടൊരു യാത്ര ചെയ്തിട്ട് അത് അത്രയൊക്കെ പറ്റുള്ളൂ എന്ന് മനസ്സിലായപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതിന് ഞാൻ അത് പശ്ചാത്തപിച്ചു പറയരുതായിരുന്നു എന്ന്. പക്ഷെ നമ്മളുടെ ഓരോ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതൽ പറ്റില്ല എന്ന് കഴിയും. അതുകൊണ്ട് അതിലൊന്നും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ജ്യോതിഷി പറഞ്ഞ മാതിരി ഒരു പ്രാവശ്യം കൂടെ അവിടെ പോകാൻ ഭഗവാൻ ഒരു അവസരം തരും. അതുകൊണ്ടായിരിക്കണം അത് അങ്ങനെ
പെൻഡിങ് ആയി വന്നതെന്ന് വിചാരിക്കുകയാണ്. അതിൽ യാതൊരു സങ്കടവുമില്ല. അതുപോലെ പിന്നെ നമ്മളുടെ ഈ ഇന്നലെ ചേച്ചി പറഞ്ഞ മാതിരി ബസ് യാത്രയിൽ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അവര് പറഞ്ഞ മാതിരി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല സുഖമായ യാത്രയും അതിൽ ഓരോരുത്തരുടെയും കീർത്തനങ്ങളും ഡിവോഷണൽ സോങ്സും എല്ലാം കൊണ്ടും നമുക്ക് സമയം പോയതോ യാത്രയുടെ ദൈർഘ്യം ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ വളരെ നന്നായിരുന്നു. പിന്നെ ഹോട്ടലിനെ പറ്റി പറയാതെ തരമില്ല. ബിക്കോസ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സ്വന്തമായ അഭിപ്രായം 3 ഹോട്ടലിൽ നമ്മൾ തങ്ങിയത് വളരെ നന്നായിരുന്നു. പിന്നെ ലാസ്റ്റ് ഹോട്ടലിൽ പോയപ്പോഴത്തേക്ക് നമ്മളോട് ശ്രീധരൻജി പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹോട്ടലാണ്, പക്ഷെ നമുക്ക് അവിടെ താമസിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. എന്നാലും ആ ചെറിയ ചെറിയ സംഗതി ഉണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ അവിടെ പ്ലംബിങ്ങിന്റെ എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അവരുടനെ വന്ന് ശരിയാക്കി വാഷ് ബേസിനൊക്കെ പ്രശ്നമൊന്നും നമ്മൾ ഫീൽ ചെയ്തില്ല. പിന്നെ ഓരോരുത്തരുടെ ഓരോ റൂമിലും ഓരോ സൗകര്യങ്ങൾ ഇരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. സോ അതെന്തായാലും അതുകൊണ്ടൊന്നുമില്ല. എല്ലാ സ്റ്റേയും ആഹാരവും മാക്സിമം നമുക്ക് നല്ല ഭക്ഷണം എല്ലായിടത്തും മേടിച്ചു തന്നു. നമ്മളുടെ ആ മുരുകൻ സംഘത്തിലായാലും ആനന്ദ് റെസ്റ്റോറന്റും അതൊക്കെ നമ്മളുടെ പ്രിയപ്പെട്ട ആഹാരങ്ങളായിരുന്നു, നന്നായിരുന്നു. സോ അതിനെല്ലാവരും ഞാൻ ഈ ഓർഗനൈസേഷനോട് വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും. പിന്നെ വേറെ എന്താ പറയാ, പിന്നെ നമ്മളുടെ സഹയാത്രിക ശിവ, ആ എന്ന് പറയുന്ന ആ മിഡിൽ ഏജ്ഡ് മാഡം എല്ലാവർക്കും വളരെ സഹായിയായിരുന്നു. അവർക്ക് ആർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഓടിപ്പോകുക, അവരുടെ സാധനങ്ങൾ എടുക്കുക, കൊണ്ട് എത്തിക്കുക, വളരെ വളരെ ആ മാഡം ചെയ്തു തന്നു. ആദ്യം അവരെ കണ്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു, ഇവർ നമ്മുടെ കൂടെ ഒറ്റയ്ക്ക് വരുന്നല്ലോ, എല്ലാം നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആണ്, ഇവർ നമ്മുടെ വരുന്നത് എങ്ങനെ ഇവർ മാനേജ് ചെയ്യും. പക്ഷെ അവർ വളരെ 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 കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാവർക്കും അവരെ കൊണ്ട് ഒരു ഉപകാരം കിട്ടി. പിന്നെ എടുത്തു പറയാൻ നമ്മുടെ പത്മചേച്ചി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ യാത്ര അധികം സുന്ദരമായത്. മനസ്സിലുള്ളത് തുറന്നു പറയുക, അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഇപ്പൊ ഒന്ന് കുറച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അധികം പിന്നെ രമ അതങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് അവർ പറഞ്ഞ മാതിരി നമുക്കും അവരുടെ സ്വഭാവം അധികം അറിയില്ല, ഞങ്ങൾ പുതിയതായോണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അവരുടെ സ്വഭാവം അറിയുന്നവർക്ക് അവരെ പറ്റി അറിയാം. അവർ വളരെ എന്താ പറയാ, നല്ല സ്ത്രീയാണ്, മനസ്സിലുള്ളതങ്ങ് തുറന്നു പറയുക അവരുടെ വിഷമങ്ങൾ വരുമ്പം. സോ അതുകൊണ്ട് ആക്ച്വലി നൈമിഷികാരണ്യത്തിൽ പത്മചേച്ചി വരാതിരുന്നതിന്റെ കുറവ് നമുക്ക് അനുഭവപ്പെട്ടു. അവിടെ എത്തിയപ്പോ രാവിലെയുള്ള ആ തണുപ്പും ഇതെല്ലാം കൂടെ കണ്ടപ്പം പത്മചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, അയ്യോ ഇവിടെ എന്തൊരു കുളിരാ എന്ന് പറഞ്ഞിരുന്നേനെ. പക്ഷെ അവരുണ്ട് നമ്മുടെ യാത്രയിൽ അവര് ശരിക്കും ഒരു നല്ലൊരു മുതൽക്കൂട്ടായിരുന്നു. സോ അങ്ങനെ പറയുമ്പോൾ എല്ലാം നന്നായിരുന്നു. പിന്നെ സജിനയ്ക്ക് ഞാൻ സ്പെഷ്യൽ സെപ്പറേറ്റ് മെസ്സേജ്, പേഴ്സണൽ മെസ്സേജും ഞാൻ അയച്ചിട്ടുണ്ട്. അവർ ചെയ്തു തന്ന ഇതികൾക്കും അവരുടെ സത്സംഗം, ബിക്കോസ് അവരുടെ കൂട്ടത്തിൽ കൂടി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടായിരുന്നു. സോ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു അവരുടെ കൂടെ നിൽക്കണമെന്ന്, ബോട്ടിലായാലും അവിടെ ആയാലും ഒക്കെ. സോ വളരെ നന്നായിരുന്നു. പിന്നൊന്ന് എടുത്ത് പറയാനുള്ളത് നമ്മുടെ പ്രതാപ്ജിയുടെ, ഇങ്ങനെ ക്ഷമയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. ഇത്രയും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഒരക്ഷരം ഒരു കംപ്ലൈന്റ് ആയിട്ട് യാതൊന്നും അവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. സോ എനിക്ക് അവരോട് വളരെ വളരെ ബഹുമാനമുണ്ട്. സൗകര്യപ്പെട്ടാൽ ഗുരുവായൂർ പോകാൻ സൗകര്യപ്പെട്ടാൽ ഞങ്ങൾ അവിടെ പോയി അവരെ കാണും. അത്രയ്ക്ക് നല്ല മനുഷ്യരാണ്. അവരെ ജാസ്തി സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. ബട്ട് അവർ കോപ്പറേറ്റഡ് മാക്സിമം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായ ഒരു മനുഷ്യനായാലും എന്തെങ്കിലും ഒന്ന് പറയും. പക്ഷെ ഇവർ അതൊന്നും ചെയ്തില്ല. അത്ര നല്ല 2 പേരാണ് നമുക്ക് ആ യാത്രയിൽ ഉണ്ടായിരുന്നത്. സോ എല്ലാം കൊണ്ടും ഈ യാത്ര നമുക്ക് പല പല അനുഭവങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ തന്ന ഒരു നല്ലൊരു മുതൽക്കൂട്ടാണ്. സോ അതുകൊണ്ട് ഞാനും എന്റെ ഹസ്ബൻഡും വളരെയധികം ഇതില് സന്തോഷിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഇനി യാത്രയുണ്ടായാൽ പറഞ്ഞ മാതിരി നമുക്ക് ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. ഈ കാശിയാത്രയും ഗയാശ്രാദ്ധവും ഞങ്ങളുടെ ജീവിതാഭിലാഷമായിരുന്നു. അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും പോയിട്ടും ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അന്ന് ഇതിനേക്കാൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന തിരുമേനിക്കും ആദിശങ്കര ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തകർക്കും വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ജയശങ്കര. 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 വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. വളരെ സന്തോഷം. ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യാത്രകൾ നമ്മൾ തുടങ്ങിയ ദിവസം മുതൽ എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു 2 മണിക്കൂർ നമുക്ക് വിഷ്ണു സഹസ്രനാമം അതേപോലുള്ള നാമസങ്കീർത്തനങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന യാത്ര ഉച്ചയ്ക്ക് 12 മണിയായിട്ടും പല പല ഗാനങ്ങളായി, കീർത്തനങ്ങളായി, ഒരു ഇടമുറിയാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ കൂടെ. അതാണ് രാധാകൃഷ്ണൻ സാർ. ഇപ്പൊ ആരോ സൂചിപ്പിച്ചതുപോലെ രാധാകൃഷ്ണൻ സാർ തുടക്കം മുതൽ മൈക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു.
അദ്ദേഹം പല ഗാനങ്ങളായി കീർത്തനങ്ങളായി ഞങ്ങളൊക്കെ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പുറകിൽ നിന്നുകൊണ്ട് ഞാനൊക്കെ ഇടയ്ക്ക് നിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കീർത്തനമോ ശ്ലോകമോ പാടിയിട്ട് വരും. പക്ഷെ അദ്ദേഹം കണ്ടിന്യൂസ്, ഞങ്ങൾക്കൊക്കെ വളരെ പ്രചോദനകരമായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും രാധാകൃഷ്ണ സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. മ്യൂട്ട് മാറ്റിയിട്ട് അങ്ങ് സംസാരിച്ചോളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ജയശങ്കര. ഞാൻ കഴിഞ്ഞ 2008 മുതൽ ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അറിയുമെങ്കിൽ എന്റെ 8ാമത്തെ 10ാമത്തെ തീർത്ഥയാത്രയാണ് ഇത് വളരെ ഗംഭീരായി. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസത്തില് ഫാമിലി അടക്കം നെരൂളിലുള്ള പാട്ടുകൾ കുറെ ആൾക്കാരടക്കം വൃന്ദാവനത്തിൽ പോയിരുന്നു. 10 ദിവസം വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് മനസ്സിലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, എനിക്ക് അയോധ്യ കാണണമെന്ന്. പക്ഷേ ഒരു ഗ്രൂപ്പും അയോധ്യക്ക് പോകുന്നതായിട്ടുള്ള മെസ്സേജ് കിട്ടിയിരുന്നില്ല. പിന്നെ ശ്രീകാന്ത് തിരുമേനിയുടെ മെസ്സേജ് ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഞാനും വൈഫാണ് പേര് രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് അതുപോലെ കാര്യങ്ങളെല്ലാം നല്ലപോലെ നടന്നു. വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും സീനിയർ സിറ്റിസൺസ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നിരോൾ അമ്പലത്തിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അപ്പൊ തുടങ്ങുമ്പോൾ ഞാൻ നിരോൾ അമ്പലത്തില് രാത്രി 7 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എന്റെ പ്രാർത്ഥന ഒരേ ഒരു കാര്യമായിരുന്നു, അയ്യപ്പനും ഗുരുവായൂരപ്പനും ഒക്കെ സഹായിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും യാത്രയിൽ ഉണ്ടാകരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. ഇനി എല്ലാ മെമ്പേഴ്സിനും, ഈ 46 മെമ്പേഴ്സിനും ഒരേ മനസ്സിൽ ഒരേ അഭിപ്രായം ഉണ്ടായിരുന്നു, ഒരേ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മനസ്സ് ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരേ കേന്ദ്രബിന്ദുവിൽ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ എല്ലാവരും ഉദ്ദേശം ഒന്നായിരുന്നു. അതെല്ലാം അതുപോലെ സംഭവിച്ചു. അതുപോലെ എല്ലാവരും ഹാപ്പിയാണ്. ഇനി ഭാവിയിലും ഇതുപോലുള്ള പരിപാടികൾ ഉണ്ടാവണം. ഞങ്ങൾക്ക് സീനിയർ സിറ്റിസൺ ആണെങ്കിലും ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതിന് സംഘാടകർക്കും പ്രത്യേകിച്ച് ശ്രീകാന്ത് തിരുമേനിക്കും ജ്യോതിഷ് കൃഷ്ണ, സജനാജി, ഇവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക നമസ്കാരം. താങ്ക് യു. വളരെ സന്തോഷം രാധാകൃഷ്ണൻ സാർ. തീർച്ചയായിട്ടും വളരെ സന്തോഷം അങ്ങയുടെ വാക്കുകൾക്ക്. ഞാൻ അടുത്തായി ഒരിക്കൽ കൂടി രമ നായർ. രമ ചേച്ചി, മ്യൂട്ട് മാറ്റി സംസാരിക്കാൻ സാധിക്കോ? ആയിട്ടില്ല. മ്യൂട്ട് മാറിയിട്ടില്ല. പറയുന്നത് കേൾക്കുന്നില്ല. മൊബൈലിലെ താഴെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മതി, മൈക്കിന്റെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അത് മാറിക്കോളൂ. ആയിട്ടില്ല. ഞാൻ എനിക്ക് അടുത്ത ആളിലേക്ക് കിടക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ അടുത്ത ആളിലേക്ക് കിടക്കാം. മീന ചേച്ചി. പറഞ്ഞോ, സംസാരിച്ചോളൂ. കേൾക്കുന്നില്ലേ? മീന ചേച്ചിയും കേൾക്കുന്നില്ലേ? ഞാനാണോ? മീന എന്നാ കാണുന്നത്. മീന, യെസ്. മീന. എനിക്ക് വളരെ ദിവസമായിട്ട് അയോധ്യ പോണമെന്നുണ്ടായിരുന്നു. ആരോടൊക്കെയോ ചോദിച്ചു, ആരും. പിന്നെ ഒരു ദിവസം നാരായണീയത്തിന്റെ ലഞ്ച് ടൈമില് രമാമാമി പറഞ്ഞു അയോധ്യയിൽ ഞങ്ങളൊക്കെ പോണ്ട്. അപ്പൊ സതി ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആരോടാ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ സതി ചേച്ചി എന്നോട് പറഞ്ഞു പൂജാരിജിയോട് ചോദിക്കൂ. പിന്നെ ഉടനെ പൂജാരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി ആരെങ്കിലും ക്യാൻസലേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞ് നമ്പർ വാങ്ങിച്ചു വെച്ചു. ഉടനെ 2 ദിവസം കഴിഞ്ഞപ്പോ പൂജാരിജി എനിക്ക് ഫോൺ ചെയ്തു, ഇങ്ങനെ ഒരു ക്യാൻസലേഷൻ ഉണ്ട്, വരണുണ്ടോന്ന്. എനിക്ക് വളരെ സന്തോഷമായി. എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ അപ്പൊ ഞാൻ ഉടനെ തന്നെ പൂജാരിയോട് ശരിയെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം എല്ലാവരുടെയും കൂടെ എനിക്ക് വരാൻ സാധിച്ചു. വളരെ സന്തോഷമായി. നിങ്ങളെല്ലാരും നല്ലപോലെ എല്ലാരെയും തന്റെ അമ്മമാരെ നോക്കണ പോലെ എല്ലാരെയും സന്തോഷമായിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ആരാർക്കും ഒന്നും വരാതെ കൂട്ടിക്കൊണ്ടു. ഒരു കാര്യം പേടിയുണ്ടായിരുന്നു, ഷുഗർ എന്തെങ്കിലും കുറച്ചുണ്ട്, അത് കൂടിയായാല് പ്രശ്നമൊന്നും ആർക്കും വരാൻ പാടില്ല എന്ന്. അത് കാരണം വളരെ സേഫ്റ്റി ആയിട്ടാണ് വന്നതും. അപ്പോ എല്ലാവർക്കും ഭഗവാൻ ഒരു കെടുതലും ചെയ്തില്ല, നന്നായിട്ട് കൂട്ടിക്കൊണ്ടുപോയി. വളരെ സന്തോഷമായി. കാശിയിലും ആ തീർത്ഥം കഴിച്ച് ശ്രാദ്ധം കഴിച്ചതിലും വളരെ സന്തോഷമാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ്, എനിക്ക്
3 പെൺമക്കളാണ്. എനിക്ക് മകനില്ലാത്ത കാരണം എവരി ഇയർ ശ്രാദ്ധം ചെയ്യണില്ല. അപ്പൊ അത് എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. എല്ലാം കഴിഞ്ഞ് ഇവിടെ മാത്രം കുറച്ച് തണുപ്പ് കാരണം എനിക്ക് കുറച്ച് കോൾഡ് വന്നു. അതും ഒന്നും പ്രോബ്ലം വന്നില്ല. അതെല്ലാം നന്നായിട്ട് വന്ന പിന്നെ എല്ലാം ശരിയായി. വളരെ സന്തോഷം. ഇതുമാതിരിയുള്ള യാത്രകളിൽ ഇനിയും പങ്കെടുക്കാൻ ഹെൽത്ത് സഹകരിക്കണം എന്ന് മാത്രം ആശിക്കുന്നുള്ളൂ. ഭഗവാൻ അതിനുള്ള ശക്തി തരണം. നമസ്കാരം. വളരെ സന്തോഷം. എല്ലാ പൂജാരിമാരും വളരെ ഹെൽപ്പ് ചെയ്തു. വളരെ നമസ്കാരം. സന്തോഷം. തീർച്ചയായും ഭഗവാൻ സഹായിക്കട്ടെ, അതിനെല്ലാം സഹായിക്കട്ടെ. ജയശങ്കർ. ജയശങ്കര. ജയശങ്കർ. ജയശങ്കര. ഞാൻ അടുത്തതായി ശോഭ രാധാകൃഷ്ണൻ. ശോഭ ചേച്ചി സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ജയശങ്കര. ജയശങ്കര. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. വളരെ സന്തോഷം, നല്ല ഒരു യാത്രയായിരുന്നു. അയോധ്യ യാത്ര എന്നുള്ളത് വളരെയധികം ആഗ്രഹിച്ചിരുന്നതായിരുന്നു. അതിപ്പോ സാധ്യമായി. പല ഗ്രൂപ്പുകാരായിട്ടും കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരൊക്കെ ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് പോകാൻ സാധിച്ചില്ല. അവസാനം ഈ ആദിശങ്കര ഗ്രൂപ്പിന്റെ കൂടെ തന്നെ അതിനുള്ള ഭാഗ്യം കിട്ടിയെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നൈമിഷാരണ്യം എന്നൊക്കെ പറഞ്ഞത് ഒരു നമ്മൾ ഭാഗവതത്തിൽ വായിച്ചിട്ടുള്ള മാത്രമേ ഉള്ളൂ. അതിനെ പറ്റിയിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അതൊക്കെ സാധ്യമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ 1-2 നമുക്ക് ഈ പാക്കേജിൽ പറഞ്ഞ 1-2 ഇത് നമുക്ക് മിസ് ചെയ്തു ഇല്ലേ? കാലഭൈരവ് അതൊക്കെ ഒന്ന് മിസ് ചെയ്തു. അത് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ട്. അത്രേ ഉള്ളൂ. തിരക്കായത് കാരണം നമുക്കത് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു ആ സമയത്ത്. അതെ. വിശാലാക്ഷി ടെമ്പിൾ അതൊക്കെ ഒന്ന് മിസ് ചെയ്തു. പിന്നെ പറയാനുള്ളത്, നമ്മള് ഒരു സജഷൻ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ നമ്മൾ പോകുന്നതിന് മുമ്പേ, അതായത് ബസ്സിൽ വെച്ചായാലും ശരി, അല്ലാതെ നമുക്ക് ഹോട്ടലിൽ വെച്ചതല്ലോ, ഒരു ഇതില് നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തരികയാണെങ്കിൽ എല്ലാവർക്കും അത് നന്നായിരിക്കും. മറ്റുള്ള അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഗൈഡ് ഉണ്ടായിരുന്നു, പല സ്ഥലത്തും നമുക്ക് ഗൈഡ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ചിത്രകൂടിൽ പോയപ്പോഴാണ് ഗൈഡിന്റെ, ഞാനത് ആരോട് പറയുകയും ചെയ്തു, ഇങ്ങനെ ആയിരിക്കണം ഒരു ഗൈഡ് വേണ്ടതെന്ന്. കാരണം ആ ചിത്രകൂടിനെ കുറിച്ച് ഇത്ര വിശാലമായി ഒരാളും പറഞ്ഞു തരുന്നില്ല. ആ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വളരെ ഇതായിട്ട് തന്നെ വർണ്ണിക്കുകയുണ്ടായി. ആ സ്ഥലം എന്താണെന്നുള്ളത്. ചില സ്ഥലങ്ങളിൽ അത് സാധിച്ചില്ല. ശരിയാണ്, സമ്മതിക്കുന്നു. ശരിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു നമ്മൾ ഓരോ ദിവസവും നമ്മൾ പോകുന്നതിന്, നമ്മൾ ബസ്സിൽ വെച്ചിട്ട് നമ്മൾ പ്രയർ ഒക്കെ ഇന്ന സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നു, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമുക്കത് മനസ്സിൽ നിൽക്കും. അതെ, ആ പോകുന്ന സ്ഥലങ്ങളുടെ ഇപ്പൊ നൈമിഷാരണ്യം പോവാണ്. എല്ലാവർക്കും നൈമിഷാരണ്യം അറിഞ്ഞോളണമെന്നില്ല. ഭാഗവതം പഠിച്ചവർക്ക് അറിയാം അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതുമ്പോ അതിന്റെ ഇമ്പോർട്ടൻസ്, ആ സ്ഥലത്തിന്റെ ഇമ്പോർട്ടൻസ് അതിന് മാത്രമാണ് കുറ്റായിട്ട് പറയല്ല. ശരി. ജയശങ്കര. വളരെ സന്തോഷം. നല്ലൊരു സജഷൻ തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്തതായി വേദിയിലേക്ക് രമ ചേച്ചിയെ ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സംസാരിക്കാൻ സാധിക്കോ? ഇല്ല അല്ലേ? ശരിയായില്ലെന്ന് തോന്നുന്നുണ്ട്. ഇല്ലല്ലോ. വിജയ നായർ. വിജയ ചേച്ചി. ജയശങ്കര. കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. തിരുമേനി ജയശങ്കര. നമ്മുടെ ശ്രീകാന്ത് തിരുമേനിയും ജ്യോതിഷ് കൃഷ്ണ തിരുമേനിയും സജനാജിയുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടി 4 മാസം ഊണും ഉറക്കവും ഇല്ലാതെ നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലം കൊണ്ട് ഈ 95% കൂടുതലും സീനിയർ സിറ്റിസൺ ആണ്. അവരെ ഒത്തൊരുമയോടുകൂടി ഒരാഴ്ച ഒരു കുറവും ഒന്നും വരാതെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മയോട് കെയറോടുകൂടി നല്ലതായിട്ട് നമ്മളെ പരിപാലിച്ച് കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളിലും തൃപ്തിയോടുകൂടി, ദർശനമായാലും താമസ സൗകര്യമായാലും എല്ലാത്തിനും നല്ലതായിട്ട് സഹകരിച്ച്, അതിന് നിങ്ങൾ 3 പേരുടെ വേണം ഭഗവാനോട് ഞങ്ങൾ സ്തുതി ചെയ്യണത്. നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സർവേശ്വരൻ ഇനിയും ശക്തിയും ത്രാണിയും തരട്ടെ. നിങ്ങൾ 3 പേരുടെയും ഒത്തൊരുമയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ശൃംഖല പോലെ കൂടാൻ സാധിച്ചത്. അത് ഒരിക്കലും മറക്കൂല. ഇത്രയും വയസ്സായ ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് പോയാലും ഇത്രയും എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു. അതിൽ നിന്ന് നന്നായിട്ട് ഞങ്ങളെ കെയർ ചെയ്തു. ഇനിയും എവിടെയെങ്കിലും പോണെങ്കിലും ഈശ്വരൻ ദീർഘായുസ്സും ആയുരാരോഗ്യവും തരണമെങ്കിൽ എന്നെ കൂടെ കൂട്ടണേ തിരുമേനി. അടുത്ത ഇതിനും ഒന്ന് അഭിപ്രായമുള്ളൂ. ഇത്രയും നല്ലതായിട്ട് നിങ്ങൾ 3 പേരും, അത് എത്ര ദൈവത്തിനോട് സ്തുതിച്ചാലും, കാരണം നിങ്ങൾ 3 പേരും ഇത്രയും 50 വയസ്സിന് താഴെ ഉള്ളവരാണ്. ഇത്രയും ഞങ്ങളെ ഒരേപോലെ കൊണ്ടുപോകാൻ എത്ര ഇത് പ്രയത്നിച്ചതിന് ഭഗവാനോടുകൂടി
സ്നേഹാദരത്തോടുകൂടി സ്തുതി പറയുന്നു. ജയശങ്കര. സ്വാമിയെ ശരണയ്യപ്പ. വളരെ സന്തോഷം ചേച്ചി. തീർച്ചയായിട്ടും പ്രചോദനമേകുന്ന വാക്കുകളാണ് പറഞ്ഞത്. ശ്രീകാന്തിയുടെയും അതുപോലെ തന്നെ സജനാജിയുടെയും വളരെ നല്ല ഒരു കോർഡിനേഷനാണ് നമ്മുടെ ഈ യാത്ര സാധിച്ചത്. അത് സജനാജിയുടെ എന്റെ അന്വേഷണം പറഞ്ഞ ലാസ്റ്റിൽ കാണാനൊന്നും പറ്റിയില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം ശ്രീകാന്തി പറഞ്ഞ പോലെ ഗുരുവായൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്രയിലാണെന്ന് തോന്നുന്നു. അത് കാരണമാണ് സജനാജി ഇന്നത്തെ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നത്. അറിയിക്കാം, നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് നിങ്ങൾ മൂന്നുപേരുടെ ഒത്തൊരുമയാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചത്. അതിന് നിങ്ങൾക്ക് സർവേശ്വരൻ ദീർഘായുസ്സും ആയുരാരോഗ്യവും തന്ന് ഇനിയും കൂടുതൽ ജനങ്ങളെ ഇതിൽ കൂട്ടിട്ട്. ജയശങ്കര, വളരെ സന്തോഷം. ഞാൻ ഇതിനകത്ത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അതിനകത്ത് പേര് കാണുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വരും. കാരണം വീഡിയോ ഓൺ ചെയ്ത് വെക്കാത്തത് കൊണ്ട് പലരും നമുക്ക് സംശയം തോന്നുന്നുണ്ട്. രമചേച്ചി, നിർമ്മല ശ്രീധരൻ, ഞാൻ നോക്കുമായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം വന്നപ്പോൾ ഓഡിയോ വീഡിയോ ഓൺ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന് കരുതി. നമസ്കാരം തിരുമേനി. നമസ്കാരം. ജയശങ്കര. വാസ്തവത്തില് ഇത് ചിരകാല സ്വപ്നം സബലീകരിച്ച ഒരു പ്രതീതിയാണ് ഉണ്ടായത്. പിന്നെ തിരുമേനിമാര് എല്ലാവരും ഇത്രത്തോളം ഭാവത്തോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഈവൻ ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും കഴിച്ചോ നോക്കിയിട്ട് അതിന്റെ അവസാനം കഴിച്ചിരുന്നത്. പിന്നെ അയോധ്യ ദർശനത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീൽ ചെയറിനൊപ്പം പോവാഞ്ഞിട്ട് അവസാനം നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് പോയി. അപ്പൊ ഇതെല്ലാം വളരെ ത്യാഗമാണ് നിങ്ങൾ എല്ലാവരും ചെയ്തത് കേട്ടോ തിരുമേനി. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായ ഒരു ട്രിപ്പായിരുന്നു ഇത്. ഇതൊരു മുജമ്മ സുഹൃത്തായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. കാരണം ഇതിനു വേണ്ടിയിട്ട് ആലോചിച്ചിരുന്നത് എപ്പോഴെങ്കിലും ഇപ്പോഴല്ലേ സാധിച്ചത്. അതായത് എത്ര മനോഹരമായിട്ടാണ് ഇത്ര തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു പ്രകടനം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചില നല്ല അനുഭവ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വളരെ ഇൻസ്പിറേഷൻ തന്നു കേട്ടോ. അതേപോലെ ശ്രീകാന്ത് തിരുമേനിയും അദ്ദേഹത്തിന്റെ അനുഭവ കഥകൾ പറഞ്ഞു. ചിലത് അങ്ങനെ ജീവൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും വളരെ നല്ല അറിവുള്ളൊരു ആളാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി. പിന്നെ എല്ലാവരും നല്ല സ്നേഹം. നമ്മളൊരു ഫാമിലിയിൽ കുറച്ച് ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവരൊക്കെ എത്രയോ കാലം പരിചയമുള്ള പോലെയാണ് അവരെല്ലാം പെരുമാറിയത്. അപ്പോ എല്ലാം കൊണ്ടും ഇങ്ങനെയുള്ള സംരംഭങ്ങള്, അങ്ങനെ ട്രിപ്പുകള് ഇനിയും ആവിഷ്കരിക്കണം. അതിൽ ഞങ്ങളെല്ലാം ആരോഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോ അതിന് സാധിക്കട്ടെ. അപ്പൊ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഭക്തിസാന്ദ്രമായ ഒരു ഗ്രൂപ്പായിരുന്നു. അത് ബസ്സിലാണെങ്കിലും ശരി, അത് എത്രയോ നല്ല നല്ല കീർത്തനങ്ങൾ ആലപിച്ചു. ഒരു സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു ട്രിപ്പായിരുന്നു. ഇനി എല്ലാവരും ഒരു കുടുംബം പോലെ പോയി വന്ന പോലെ ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീതി ഉണ്ടായത്. പിന്നെ എല്ലാവരും എന്നും കാണുന്ന പോലെ അമ്പലത്തിൽ കാണുന്ന ആൾക്കാരുമായിരുന്നു. നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. പിന്നെ തിരുമേനി ഞങ്ങൾ വരുന്ന സമയത്ത് തിരുമേനി കുറച്ച് ആദ്യം പോയി, ജ്യോതിഷ് തിരുമേനി. അപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ 15 ആൾക്കാരുണ്ടായിരുന്നു ആ കമ്പാർട്ട്മെന്റില്. അവരെല്ലാവരും ഭക്ഷണമൊക്കെ ഷെയർ ചെയ്തിട്ട് സ്വന്തം ഫാമിലി പോലെയായിരുന്നു. ഇത്രയും ആഹ്ലാദമായിട്ട് ഞങ്ങൾ മടങ്ങിയതും കൂടി. അപ്പോ ഇത്ര നല്ല ഒരു അനുഭവം ഉണ്ടായിട്ടോ. നേരത്തെ പ്രസന്ന പറഞ്ഞ പോലെ നമ്മൾ അമ്പലത്തിൽ പൂജിക്കുന്നതായിട്ട് തിരുമേനീനെ കണ്ടു. പക്ഷെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാതെ എല്ലാ സ്ഥലത്തും കയറാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടും കൈപിടിച്ച് കയറ്റിയിട്ടും നിങ്ങളെല്ലാവരും, നിങ്ങൾക്കൊക്കെ ആ വയസ്സായ അമ്മമാരുള്ള അവരെങ്ങനെ നോക്കണു അതുപോലെ എല്ലാവരെയും നോക്കി ശ്രദ്ധിച്ചു കൊണ്ടുപോകും. പിന്നെ വളരെ സന്തോഷം. ആ കൂട്ടായ്മയുടെ ഒരു പ്രതിഫലനം ഞങ്ങൾ കണ്ടത് കേട്ടോ. ഈ ഓൾ ത്രൂ ഞങ്ങൾ ജേർണി ഞങ്ങൾ ആ ഒരു കൂട്ടായ്മയാണ്, ഒരു ടുഗദർനെസ്. അപ്പൊ അതിന് അഗൈധവമായി നന്ദി ഒന്നുകൂടി പറയുന്നു. എല്ലാം കൊണ്ടും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും. പിന്നെ ഞങ്ങള് പ്രത്യേകം സജിനജിയോടും പറയണു, വളരെയധികം നന്ദി. ആ കുട്ടിയും എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അവർക്കും നന്മ വരട്ടെ. അപ്പൊ ഇനിയും ഉണ്ടാകട്ടെ അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ആലോചിക്കൂ, വളരെ സീരിയസ് ആയിട്ട് തന്നെ. അപ്പൊ ഞങ്ങളും കൂടാം, ആരോഗ്യം ഉണ്ടെങ്കിൽ. എല്ലാം കൊണ്ടും നന്ദി തിരുമേനി. ഓക്കെ,
വളരെ സന്തോഷം മേനോൻ സാർ, വളരെ സന്തോഷം അങ്ങയുടെ വാക്കുകൾക്ക്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ഇതൊരു പ്രചോദനമാണ്. തീർച്ചയായും ഞങ്ങളൊക്കെ ഇതിനെ എന്താ പറയുന്നത്, ജന്മസുഹൃതം. എപ്പോഴും കൂടെ സ്ത്രീകളെ സഹായിക്കാൻ, കൈപിടിച്ച് സഹായിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ അത് ജന്മസുഹൃതമാണ്. കാരണം ഇതൊക്കെ ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളാണ്. അവർ നമ്മുടെ ലക്ഷ്യം എല്ലാവരും ഒരേ കുടുംബത്തോടു കൂടി നമ്മുടെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, യാത്രയെ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ യാത്ര സഫലമാക്കുക, എല്ലാവർക്കും ദർശനം ലഭ്യമാക്കുക. അതല്ലെങ്കിൽ അതുകൊണ്ടാണ് പലപ്പോഴും മുമ്പ് ലക്ഷ്മി ചേച്ചി പറഞ്ഞതുപോലെ കൈപിടിച്ച് തന്നെ നമ്മൾ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഇവിടെ കയറിയിട്ട് എവിടെയാണ്, ചിത്രകൂടിലാണെന്ന് തോന്നുന്നുണ്ട്, ചിത്രകൂടിൽ റോപ്പ് വേയിലൂടെ പോയിട്ട് അവിടെ ഒരു ക്ഷേത്രത്തിൽ ചെന്നിരുന്നു. ആ ഹനുമാന്റെ ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവിടെ ആ പടിക്കെട്ട് തന്നെ വളരെ കഠിനമായ ഒരു പടിക്കെട്ടായിരുന്നു. അപ്പൊ എങ്ങനെ കയറി പോയതെന്ന് എനിക്ക് പോലും അറിയില്ല. അത്രയ്ക്ക് പ്രയാസകരമായിരുന്നു അവിടുത്തെ. എനിക്ക് തോന്നുന്നു രവീന്ദ്ര സാറൊക്കെ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു ആ സമയത്ത്. ലക്ഷ്മി ചേച്ചിനെ പിടിച്ച് കയറ്റാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി ഞങ്ങൾ. എന്നാലും അത് വളരെ വളരെ ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ മതി, വളരെ നല്ല രീതിയിൽ തന്നെ ദർശനം ലഭിക്കുകയും ചെയ്തു. യാതൊരു പ്രശ്നമില്ലാതെ നമ്മൾ തിരിച്ചിറങ്ങുകയും ചെയ്തു. നമ്മുടെ യാത്രയിലെ വിശേഷങ്ങളാണ്. തിരുമേനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞോളൂ. തിരുമേനി, ഞാൻ കാൺപൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ എന്നെ നെറൂള് എന്റെ വീട് വരെ സ്വന്തം മക്കളെക്കാളും എന്നെ സഹായിച്ചത് ആ ശിവ എന്ന് പറയുന്ന ആ പെൺകുട്ടിയാണ്. എന്റെ പെട്ടികളെല്ലാം എടുത്തു വെച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒന്നുപോലും എന്നെ എടുക്കാൻ അതുപോലെ തന്നെ ഈ സാറും ശ്രീധരൻ സാറും പറയും, ചേച്ചി ഒന്നും തൂക്കണ്ട. അത്രയും വലിയൊരു സഹായം ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ വിചാരിച്ച എങ്ങനെ എന്റെ ഈ പെട്ടിയൊക്കെ തൂക്കിയെടുക്കും. ആ കുട്ടി എല്ലാം എടുത്ത് എന്നെ റിക്ഷയിൽ ഏൽപ്പിച്ചിട്ട് ഈ ആന്റിയെ ശരിക്കും അവിടെ കൊണ്ടിറക്കണം, ഈ ലഗേജൊക്കെ ഇറക്കണമെന്നും പറഞ്ഞ് അതിന്റെ കൂടെ പറഞ്ഞ് ആ കുട്ടിയുടെ കാര്യം ഒരിക്കലും മറക്കൂല. ഒരിക്കലും അത്രയും നല്ല ഹെൽപ്പായിരുന്നു. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. സമയം 9 മണി കഴിഞ്ഞു. നമുക്കൊരു 3-4 മിനിറ്റും കൂടെ ഉള്ളൂ സമയം. നമുക്ക് സതിചേച്ചിയിലേക്ക് കടക്കാം. സതിചേച്ചി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സംസാരിക്കുവാനായി. സതിചേച്ചി സംസാരിച്ചോളൂ. ആ മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചോളൂ. മ്യൂട്ട് മാറ്റിയില്ല. ആ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റിൽ കാണുന്ന വരുന്നുണ്ട്, ഓഡിയോ ഒന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. മൊബൈലിലെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മൈക്കിന്റെ ഒരു ചിഹ്നം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആവുന്നില്ല അല്ലേ? ആവുന്നില്ല. ആയി. ഇപ്പൊ കേൾക്കാം. സംസാരിച്ചോളൂ. ശരി. ആദ്യമായിട്ട് ശ്രീകാന്ത് തിരുമേനിജിയോടും ജ്യോതിഷ് ജി തിരുമേനിയോടും പിന്നെ അവിയൻ തിരുമേനിജിയോടും പിന്നെ സജനാജിയോടും ഒരുപാട് നമസ്കാരം, നന്ദി. പാദ നമസ്കാരം തന്നെ പറയണം. പിന്നെ എന്താ പറയാനുള്ള വെച്ചാൽ യാത്രയൊക്കെ വളരെ വളരെ നന്നായിരുന്നു. ഒരു ദിക്കിലും ഒരു പ്രയാസവും ഉണ്ടെങ്കിലും എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഭംഗിയായി പോയി പ്രാർത്ഥിക്കാനും തിരിച്ചു വരാനും ഒക്കെ സാധിച്ചു. ഇനിയും ഇതുപോലെയുള്ള ആത്മയാത്രയ്ക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾ 3 പേർക്കും ഈ ആദിശങ്കര കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ചേച്ചി, വളരെ സന്തോഷം. വേറെ ആരെങ്കിലും നമ്മുടെ ഇതിൽ നിന്ന് സംസാരിക്കാനായിട്ടുണ്ടോ? രമ ചേച്ചി ആയിട്ടുണ്ടോ? ഇല്ലല്ലേ, മ്യൂട്ട് മാറിയിട്ടില്ല. സാരമില്ല, കുഴപ്പമില്ല. നമുക്ക് ശാന്ത ചേച്ചി. ജയശങ്കര. എല്ലാവർക്കും സുഖം. സംസാരിച്ചോളൂ. കഴിയുന്നതല്ല, ഒരു നന്ദിയിൽ ഒതുങ്ങുന്നതല്ല നമ്മളുടെ ഈ ട്രിപ്പ് പോയ ഒരു ഇത്. എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായിട്ട്. പിന്നെ പ്രായം അത് നമ്മൾ ഒരിക്കാൻ പാടില്ലല്ലോ. പ്രായത്തെ നമ്മൾ വീണ്ടും അതിനെ ഒരാൾക്ക് നമുക്ക് കൈമാറാൻ പറ്റാത്ത ഒരു ഇതാണ് ശാരീരിക പ്രശ്നങ്ങള്. അതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കണം. എനിക്ക് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു ഞാൻ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടാവരുതേ എന്നുള്ളത്. കാരണം എനിക്ക് ബസ്സിൽ കയറിയ വൊമിറ്റിംഗ് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഞാൻ തിരുമേനിയോട് ആദ്യം തിരുമേനി ഈ പ്ലാൻ തുടങ്ങിയ വഴിക്കാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടെ തിരികെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വിജയമ്മ ചേച്ചി ഞാനും കൂടി തിരികെട്ടുമ്പോൾ പറഞ്ഞു നിങ്ങളുടെ 2 ആളുടെയും പേരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ
ഞാൻ ഒരു ദിവസം ആരും പിച്ച വെച്ച് നടക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ അയ്യപ്പനെയും കൂടെ കൊണ്ടുപോകേണ്ടി വരുന്ന തമാശയിൽ പറഞ്ഞു. കാര്യം എന്തായാലും ശരി, അയ്യപ്പൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ പൂജിക്കുന്ന തിരുമേന്റെ കൂടെയാണല്ലോ നമ്മൾ ഇറങ്ങി പുറപ്പെടണം. കുട്ടികൾ എന്നോട് പറയും, തിരുമേന്റെ കൂടെ ഇല്ല, നമുക്കൊന്നും പേടിക്കാനില്ല. തിരുമേനിയല്ല, പിന്നെ എന്റെ അമ്മ പേടിക്കുന്നത് കുട്ടികളും പറഞ്ഞു. അതുപോലെ തന്നെ ഇത്രയും പ്രായമായ ആൾക്കാർ നമ്മളെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആരും ചെറുപ്പക്കാരാണ്, 2-3 പേരും നിങ്ങളെ പോലുള്ള ഒരു തിരുമേനിമാരും ചെറുപ്പക്കാരുള്ളൂ. ബാക്കി എല്ലാം പ്രായമായ ആൾക്കാര്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ സുഖമായിട്ട് എല്ലാവരും അവനവന്റെ വീട്ടിലെത്തി. അതല്ലേ ഏറ്റവും വലിയൊരു ഇത്. പിന്നെ അത്യാവശ്യം നമ്മൾ 1-2 മിസ്സായി എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്സാക്കേണ്ടി വന്നു. ആ കാലഭൈരവന്റെ അവിടെ പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ തിരക്ക് കണ്ട് ആർക്കും പോകണമെന്നില്ല. പക്ഷെ ആ മണ്ണിൽ നമ്മൾ ചവിട്ടിയിട്ട് പോകുന്നല്ലോ, അത്രയും മതി എന്ന് വിചാരിക്കുക. എല്ലാം കൂടി വിചാരിച്ച മട്ടിൽ നടത്തണ്ടേ. പിന്നെ നമുക്ക് അതിനുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടല്ലോ. മാത്രം എനിക്ക് അറിവൊന്നുമില്ല. നമുക്ക് ഈ ഹോട്ടലുകൾ മാറേണ്ടി വന്നത് കുറച്ചൊരു ഹെക്റ്റിക് ആയി എന്ന് എനിക്കൊരു ഇതുണ്ട്. കാരണം നമ്മൾ ഈ വെയിറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കൺവീനർ എന്നൊക്കെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. പിന്നെ അവിടെയൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഗയയിൽ ശ്രാദ്ധം ചെയ്യണമെന്ന്. മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അവിടെ പോയിട്ട് ഒരു കർമ്മം ചെയ്താല് നമുക്ക് അതാണ് ഏറ്റവും വലിയ പുണ്യം എന്നൊക്കെ പറയുന്നത് കേട്ടത്. അപ്പൊ അങ്ങനെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. സാധിക്കുമോ സാധിക്കില്ല ഇപ്പൊ വളരെ സന്തോഷം, ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. പിന്നെ നമ്മൾ ഇതല്ലേ കണ്ടത്, അതായത് അയോധ്യയിൽ പോയി എല്ലാവരും ഇന്നവരെ ഒരാൾ പറഞ്ഞിട്ടില്ല. ഇന്നും ഞാൻ അവിടെ പോയി 15 മിനിറ്റ്സിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും റെഡിയായിട്ട് നിങ്ങൾ ഭാഗ്യം ചെയ്തകളാ, അതുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ ദർശനം കിട്ടിയത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഭാഗ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇത്രയൊക്കെ എന്തോ ഒരു ഭൂകമ്പായിരുന്നു. ടിവിയിലെങ്കിലും എല്ലാം വരുന്നത് ഭയങ്കര തിരക്കാണ് അവിടെ. പിന്നെ സൗകര്യങ്ങളൊന്നുമില്ല. പോവാൻ ലേഡീസിനൊക്കെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതൊക്കെ വളരെ മഹാഭാഗ്യമായിട്ട് കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവർക്കും വളരെ സന്തോഷം ശാന്ത ചേച്ചി. എന്തായാലും നമുക്ക് ഇന്ന് വേറെ ആരെയും മിസ് ചെയ്തിട്ടില്ലെന്ന് കരുതുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരിക. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നാൽ കൂടി ഞാൻ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷമായി സനാതന ധർമ്മം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ, വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി വിവിധ രീതിയിലുള്ള പരിപാടികൾ നമ്മൾ എല്ലാ ആഴ്ചകളിലും നടത്തി വരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ സുരേഷ് പാഴൂരേട്ടനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ യാത്രയ്ക്ക് ഒപ്പം എൻ്റെ മനസ്സുണ്ടായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ ആ യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള സന്തോഷ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ പ്രായമുള്ളവരാന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. നല്ല ഉഷാറോടും സന്തോഷത്തോടുകൂടിയും ചുറിയുറുക്കോടുകൂടിയും തന്നെയാണ് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹം തന്നെയാണ്. ഇങ്ങനെ ഒരു യാത്രയിൽ എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി പോവാൻ നിങ്ങളുടെ ആ മനസ്സിന്റെ ഒരു താല്പര്യം തന്നെയാണ് അത് പ്രകടമാക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലൊരു യാത്ര സംഘടിപ്പിക്കാൻ ശ്രീകാന്തും അതുപോലെ സജനാജിയും ജ്യോതിഷവും ഒക്കെ മുന്നോട്ട് വന്നപ്പോൾ ആദ്യം പേര് കൊടുത്ത ഒരാള് ഞാനായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഔദ്യോഗികമായ പല തിരക്കുകളും കാരണം എനിക്ക് യാത്രയിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. എങ്കിൽ പോലും ഓരോ ദിവസവും യാത്രയുടെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടും ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്തായാലും എന്നെങ്കിലും ഇനിയും ഒരിക്കൽ യാത്ര പോകുമ്പോൾ കൂടെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തവണ ഈ ആത്മായനം യാത്രയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ ഹൃദയംഗമായ നന്ദി പറയുകയാണ്. പിന്നെ ശ്രീകാന്തിന്റെയും ജ്യോതിഷിയാണെങ്കിലും അതുപോലെ സജനാജിന് ഇവരുടെയൊക്കെ ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വളരെയേറെ പരിചിതമാണ്. കാരണം അത്ര താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ യാത്ര പ്ലാനുകൾ അത് പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ
സാധിച്ചത്. അതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള യാത്രകളും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. 2022 104 പേരോ അടങ്ങുന്ന ഒരു ടീമായിട്ടാണ് ചാർധാം യാത്ര പോയത്. അറിയാമല്ലോ, 4 ധാമങ്ങളും സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടി എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷെ ആളുകളുടെ കൂടുതൽ വന്നപ്പോൾ ഉള്ള ചെറിയ ചെറിയ ഇതുണ്ടായെങ്കിൽ പോലും യാത്രാവസാനം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് പിരിഞ്ഞത്. അതിനുശേഷമുള്ള യാത്രകൾ എന്തായാലും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നിങ്ങൾക്കൊരു യാത്ര സമ്മാനിച്ചതിൽ, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കിയതിൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് കഴിഞ്ഞു എന്നത് വളരെയധികം സ്മരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വ്യക്തിപരമായും അതുപോലെ തന്നെ സംഘടനയുടെ പേരിലും എൻ്റെ സ്നേഹവും ആശംസകളും അറിയിക്കുന്നു. ജയ് ശങ്കര. വളരെ സന്തോഷം സുരേഷ് ചേട്ടാ അങ്ങയുടെ വാക്കുകൾക്ക്. ആദിശങ്കര ഫൗണ്ടേഷന്റെ നെടുതൂണുകളിൽ ഒരാളാണ് ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹം എല്ലാ യാത്രകളിലും പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ യാത്രയിൽ അദ്ദേഹത്തിന് ചില ഔദ്യോഗികമായ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന് വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി. നമസ്കാരം. ജയശങ്കര. ജയശങ്കര. തീർച്ചയായിട്ടും ആത്മായനം യാത്രയിൽ ഞാൻ പ്രാർത്ഥനാ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ആത്മായനം യാത്രയിൽ യാത്ര ചെയ്ത് സുഹൃത്തുക്കളായ നിങ്ങളേവരുടെയും പാദാരവിന്ദങ്ങളെ നമസ്കരിക്കുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞത് സശ്രദ്ധം ഞാൻ കേട്ടു. തീർച്ചയായിട്ടും അത്യധികം ചാരിതാർത്ഥ്യമുളവാകുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾ ഏവരും പങ്കുവച്ചത്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. സത്യത്തിൽ വന്നത് സത്സംഗാൽ ജായതേ ജ്ഞാനം, സത്സംഗാൽ ലഭ്യതേ സുഖം, സത്സംഗാൽ ക്ഷീയതേ പാപം, സത്സംഗാൽ മോക്ഷമശ്നുതേന്ന്. അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെ നടന്നു എന്ന് വേണം ചിന്തിക്കാൻ. കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് നിങ്ങളെല്ലാവരും സത്സംഗത്തിലായിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യധികം കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും, ആദ്യം തന്നെ ആരോ ചേച്ചി പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ്സ്, അനുഗ്രഹമാണ് ഇവർക്കുള്ളത് എന്ന് പറഞ്ഞു. ക്ഷീയതയെ പാപം, അതും കഴിഞ്ഞു ഇല്ലേ. അപ്പൊ സാക്ഷാൽ മോക്ഷം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആനന്ദദായകമാവുക. സഹസ്രാരേ പത്മേ സഹവിഹരസി എന്ന് നമ്മൾ പഠിച്ചു. അപ്പം വളരെ സന്തോഷമായിട്ടിരിക്കാവുന്ന അനുഭൂതി ഉണ്ടാകുക എന്നുള്ളതാണ്. അതുണ്ടായി എന്നുള്ളതും തീർച്ചയായിട്ടും വളരെയധികം അനുഗ്രഹം ഉളവാക്കുന്ന ഒന്നാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ലോകമെമ്പാടും ഭാരതീയ സംസ്കൃതിയായ സനാതനധർമ്മത്തെ ആചരണത്തിലൂടെ പ്രചരിപ്പിക്കുകയും ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തം ശംകരോതീതി ശങ്കര എന്നാണ്. മംഗളം എല്ലാവർക്കും, ലോകമെമ്പാടും എല്ലാവർക്കും മംഗളമുണ്ടാവണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് നാം പ്രവർത്തിക്കുന്നത്. നമ്മളോടൊപ്പം നിങ്ങളേവരും ചേർന്നു എന്നുള്ളതിൽ അത്യധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും പാദങ്ങളിൽ ഒന്നുകൂടെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ ഒന്നുകൂടെ നമസ്കരിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ജയേട്ടാ. ജയശങ്കര. ജയേട്ടൻ താമസം വിദേശത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും നെരൂളായിട്ടൊരു ബന്ധം കൂടി ഉണ്ട് കേട്ടോ. അതും നമുക്കൊരു സന്തോഷത്തിന് വകയാണ്. ജയേട്ടൻ ഒരു നെരൂളുകാരൻ കൂടിയാണ് ഇതിന്റെ കൂട്ടത്തില്. ജയശങ്കര. അതെ 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 അതെ. അല്ല, അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ, നെരൂൾ എന്താണെന്നുള്ളത്. ഞാൻ ഭാരതത്തിന് വെളിയിലാണ്. ഞാൻ മസ്കറ്റിലാണ് താമസം. നെറൂൾ വെസ്റ്റില് സീവുഡ്സ് അടുത്തായിട്ട് എനിക്കൊരു ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. ഞാൻ പണ്ട് ബോംബെയിൽ ഒരു കമ്പനിയുടെ CEO ആയിരുന്നപ്പോൾ അവിടെ ആയിരുന്നു വാസം. 2010 ഒരു ഫ്ലാറ്റൊക്കെ മേടിച്ച് സീവുഡ്സ് പാം ബീച്ച് ആയിട്ട് എനിക്കൊരു ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ബോംബെയിൽ. കഴിഞ്ഞ തവണ ഞാൻ ഇടയ്ക്ക് ശ്രീകാന്തിനെ അവിടെ പോയി കണ്ട് നമസ്കരിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിൽ ഭഗവാനെ പോയി തൊഴുകയൊക്കെ ഉണ്ടായി. മകള് പൂനെയിൽ പഠിക്കുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ബോംബെ പൂനെയിൽ വരാറുണ്ട്. ഇനി അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ശ്രീകാന്തിനെ അഡ്വാൻസ് ആയിട്ട് ഇൻഫോം ചെയ്യാം. അപ്പം സുഹൃത്തുക്കളായ നിങ്ങളെ എല്ലാവരും ക്ഷേത്രത്തിൽ വെച്ച് കാണാം എന്നുള്ള പ്രാർത്ഥനയും കൂടെ ഞാൻ അർപ്പിക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം ജയേട്ടാ. ജയശങ്കര. 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 എനിക്ക് തോന്നുന്നു 2 പേരെ കൂടെ നമുക്ക് പരിചയപ്പെടാതെ ഇരുന്നാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാലശങ്കരം എന്ന പരിപാടി നടത്തുന്ന ടീച്ചർ കൂടിയാണ് ശ്രീമതി ഉഷ അന്തർജനം. നമ്മൾ ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററാണ്, സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ശ്രീമതി ഉഷ അന്തർജനത്തിനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്, എല്ലാവർക്കും അറിയാം. നമുക്ക് 9:20 സമയം.
ബിഷപ്പ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരിക. ചേട്ടത്തി ഉണ്ടോ ലൈനില്? ഇല്ല. അപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ മനഃപൂർവ്വം ആരെയും വിട്ടിട്ടില്ല, പക്ഷെ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വന്നോളൂ. അതല്ലെങ്കിൽ നമുക്കിവിടെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാം. ഞാൻ നമ്മുടെ ആത്മീയ ഗുരുവായിട്ടുള്ള വാമനേട്ടനെ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. 2 വാക്ക് സംസാരിച്ചുകൊണ്ട് പൂർണ്ണ പുഷ്പാഞ്ജലി നടത്തുക. ഭഗവാൻ ജയശങ്കര. വാമനേട്ടൻ. ജയശങ്കര. ജയശങ്കര. ജ്യോതിഷനെ കുറിച്ചോ അല്ല ശ്രീകാന്തിനെ കുറിച്ചോ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ വലിയൊരു സന്തോഷമുള്ള കാര്യം, ഇത്രയും പ്രായമായ അമ്മമാരുടെ അനുഗ്രഹാശിസുകൾ നിങ്ങൾക്ക് കിട്ടി നിൽക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നതാണ്. വരാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. പക്ഷെ എന്തായാലും ഭഗവാന്റെ നാമധേയത്തിൽ വിധത്തിൽ സംഘടന ചെയ്യുന്ന കർമ്മങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രസംഗമല്ല, പ്രവർത്തനമാണ്. ഈ അമ്മമാരെയും ഇവരെയും കൊണ്ട് നേരത്തെ 2 അമ്മമാർ പറഞ്ഞു അവർക്ക് കൊണ്ടുപോകാൻ ആരുമില്ല, പൈസ ഉണ്ടെങ്കിലും സമയമുണ്ടെങ്കിലും പോകാൻ കഴിയുന്നില്ല. അവരെയൊക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞ സുഹൃത്തുക്കളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. പ്രത്യേകിച്ച് പറയേണ്ട പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ സംഘടന നിലനിൽക്കുന്നത് നിങ്ങളുടെ കുറച്ച് പേരുടെ ആത്മാർത്ഥമായ പ്രവർത്തന ഫലമാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള യാത്രകളിൽ എപ്പോഴെങ്കിലുമൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അമ്മമാരുടെ അനുഗ്രഹാശിസുകൾ തീർച്ചയായിട്ടും അവർക്കും ആയുസ്സും ആരോഗ്യവും സന്തതി ഉണ്ടാകട്ടെ. നമ്മൾ പറഞ്ഞ പോലെ അക്കിത്തം പറയാറുണ്ട്, എന്താണ്, ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ എന്നാത്മാവിലുയരുന്നു 1000 സൗരമണ്ഡലം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ നമ്മളുടെ സന്തോഷം. അതിലൂടെയാണ് നമ്മൾക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക. ഇങ്ങനെ പുണ്യാത്മാക്കളെ പുണ്യസ്ഥലങ്ങളിൽ കൊണ്ടുപോയി പുണ്യ തീർത്ഥയാത്ര നടത്തിയ നമ്മുടെ ജോയിച്ചേട്ടനും അതുപോലെ തന്നെ ശ്രീകാന്ത് അതിന് ഇടത്തിന്റെ പേര് പറഞ്ഞു, അവർക്ക് പ്രത്യേകം ഞങ്ങൾ നമ്മുടെ സംഘടനയുടെ എല്ലാ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം വന്ന എല്ലാ അമ്മമാർക്കും പ്രത്യേകം നമസ്കാരം പറയണു. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടായ്മ എപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ എല്ലാവരും പങ്കെടുത്ത് ഈ നമ്മുടെ സംഘടന ലോകം മുഴുവൻ പന്തലിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന ഉത്തരോത്തരം പുരോഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം. ആർക്കെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും ഒരു അവസരം കൂടിയുണ്ട്. കാരണം ആരെയും വിട്ടുപോകാൻ നമുക്ക് താല്പര്യമില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരിക. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ സത്സന്ധ്യ ഇവിടെ പൂർണ്ണമാക്കാം. ഒരാൾ സംസാരിക്കാനുണ്ടായിരുന്നു, മൈക്കിന്റെ പ്രശ്നം കൊണ്ട്. രമേശ് ചേച്ചി ഒരിക്കൽ കൂടി ഒന്ന് നോക്കുന്നോ? കഴിയുന്നില്ല അല്ലേ? സാരമില്ല. പറയുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്, പക്ഷെ ആ മൈക്ക് മ്യൂട്ട് ആയത് കാരണം കേൾക്കുന്നില്ല, ഞങ്ങൾ കേൾക്കുന്നില്ല. സാരമില്ല, നമുക്ക് ഇനിയൊരു അവസരത്തിലാവട്ടെ. നമ്മുടെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇത് പരിപാടി ഇവിടെ നിർത്താം. ആദിശങ്കരന്റെ മുമ്പ് പറഞ്ഞ പോലെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ 34ഓളം ചാപ്റ്ററുകളിലായി ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഘടനയാണ്. നമ്മുടെ വിവിധ പരിപാടികൾ എല്ലാ ആഴ്ചകളിലും നടത്തുന്നുണ്ട്. അപ്പോൾ ആ പരിപാടികളിലൊക്കെ നിങ്ങളൊക്കെ ഓരോരുത്തരും സമയം പോലെ പങ്കെടുക്കുവാൻ ശ്രമിക്കുക. നമ്മൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ നമ്മുടെ അതാത് ഗ്രൂപ്പുകളിൽ നമ്മളെല്ലാ അതാത് സമയങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഏപ്രിൽ 2-ാം തീയതി ശങ്കരപഥം എന്നുള്ളൊരു യാത്ര നടത്തുന്നു. ആചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ദിവസത്തെ പരിപാടി രാവിലെ 7 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണിക്ക് സമാപിക്കുന്ന രീതിയിൽ ഏപ്രിൽ 2-ാം തീയതിയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. നാട്ടിലുള്ളവർക്ക് ആ യാത്രയിൽ പങ്കെടുക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രകാരം ഇടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഫൗണ്ടേഷനുമായി പ്രവർത്തിച്ചുകൊണ്ട് സഹകരിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളവർ നമ്മുടെ ലൈഫ് മെമ്പർഷിപ്പിന് 5000 രൂപയാണ്. അത് ഓർഡിനറി മെമ്പർഷിപ്പായിട്ട് 500 രൂപയാണ് വർഷം തോറും. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ സംഘടനയിൽ ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗമാക്കാവുന്നതാണ്. നിർബന്ധമൊന്നുമില്ല, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഈ യാത്രയുടെ പേരിൽ നിങ്ങൾ യാത്രയിൽ വന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മെമ്പർ ആവണമെന്ന് ഇതില്ല. പക്ഷേ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വന്ന ശ്രീകാന്തി, മുംബൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ കൂടിയാണ് ശ്രീകാന്തി, അദ്ദേഹമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എന്തായാലും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളെന്ന് കരുതുന്നു. നിങ്ങളെയൊക്കെ സേവിക്കാൻ കഴിഞ്ഞ ഈ ഒരു അവസരം ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഒരു അഭിമാനവും കൂടിയാണ്. അത് മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, അതല്ലാതെ നമുക്കിങ്ങനെ എന്തൊരു കാട്ടിക്കൂട്ടലല്ലെന്ന് നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങളത് കണ്ടതാണ്. ഒരാഴ്ചയായി ശ്രീകാന്തി ആണെങ്കിൽ ആരോ പറഞ്ഞ പോലെ ഞങ്ങൾ അയോധ്യയിൽ വെച്ചിട്ടാണ് 46 പേരുള്ള ഇതിൽ 23 ചെയർ കിട്ടി, വീൽ ചെയർ കിട്ടി.
ആ 23 പേര് പോയി. ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന 23 ചെയർ ഉള്ളപ്പോൾ ബാക്കി ഒരാളെ ബൈസ്റ്റാൻഡറായിട്ട് നിർത്തി അങ്ങനെ ആ രീതിയിൽ പോകാമെന്ന് കരുതിയെങ്കിലും ഭഗവാൻ അത് സമ്മതിച്ചില്ല. ലാസ്റ്റിൽ ഞാനും ശ്രീകാന്ത്ജി മാത്രമാണ് ഒരു 1.5 കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു, ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷമം ഉണ്ടാക്കിയില്ല. കാരണം മറ്റുള്ളവരുടെ സംതൃപ്തിയാണ് നമ്മുടെ സംതൃപ്തി എന്ന് കരുതുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം വളരെയധികം ഞങ്ങളൊക്കെ അതിനകത്ത് അഭിമാനിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒപ്പം ചേർന്ന് ഈ യാത്ര നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. തുടർന്നുള്ള യാത്രകളിലും നിങ്ങളുടെയൊക്കെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജഗദീഷിന്റെ കാരുണ്യകടാശം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ലോക സമസ്ത സുഖനോ ഹോന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. അപ്പൊ ഇതുവരെ ഈ ഗ്രൂപ്പിലെ യാത്രകളെ സംബന്ധിച്ചിട്ടുള്ള ഇതുകൊണ്ട് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധയിൽ പെടാതിരിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. വിനോദിന് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഇനി നിലവിലുണ്ടാവും. അതായത് വാട്സാപ്പ് നമ്മളെ ഒരു യാത്രകൾ കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾ ഡിലീറ്റ് ചെയ്യാറൊന്നുമില്ല. വ്യാപാരം 2025 യാത്ര ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ട് വാട്സാപ്പിൽ എപ്പോഴും ഉണ്ടാവും. ഇനിയിപ്പോ അങ്ങനെ ഒരു വലിയ റെസ്ട്രിക്ഷൻസ് തന്നെയാണ്. നമ്മുടെ സന്തോഷങ്ങളും സന്ദേശങ്ങളും ഒക്കെ എല്ലാവർക്കും തമ്മിൽ പങ്കുവെക്കണം. അതിനൊന്നും വിരോധമില്ല. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതുകൊണ്ട് മാത്രമാണ് യാത്രയെ സംബന്ധിച്ചുള്ളത് ശ്രദ്ധയപ്പെടാതെ പോരുന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ ഗ്രൂപ്പിനെയും സൗഹൃദ കൂട്ടായ്മയായിട്ട് എപ്പോഴും നിലവിലുണ്ടാവും. അതിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൽ അറിയിക്കാം. ഓരോ മീറ്റിങ്ങുകളെ പറ്റിയും പരിപാടികളെ പറ്റിയിട്ടായാലും എല്ലാം ഇതിൽ അറിയിച്ചുകൊണ്ടിരിക്കാം. പറ്റാവുന്നവരിൽ അതിനനുസരിച്ച് പങ്കെടുക്കുക, ഭാവിയിൽ സഹകരിക്കുക. ജയശങ്കര. വളരെ സന്തോഷം ശ്രീകാന്ത്ജി, വളരെ സന്തോഷം. ജയശങ്കര. ജയശങ്കര.